Lighter to Lighten Marthoma Study Forum. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. കർത്താവിൽ പ്രിയരെ, ലൈറ്റർ ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തെ സംബന്ധിച്ച് ഇന്ന് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു സമയമാണ്. ഒരു ചരിത്ര മുഹൂർത്തമാണ് ഇന്ന്. നമുക്ക് അറിയാവുന്നതുപോലെ കോവിഡ് കാലഘട്ടത്തിൽ ആരംഭിച്ച ലൈറ്റർ ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ വെബിനാറുകൾ അന്നു മുതൽ ഇന്ന് വരെ യാതൊരു തടസ്സവും കൂടാതെ തുടർച്ചയായ ശനിയാഴ്ചകളിൽ നടത്തുകയും ഏതാണ്ട് 199 വെബിനാറുകൾ പിന്നിട്ട് ഇന്ന് 200ാമത്തെ വെബിനാറിൽ എത്തി നിൽക്കുകയും ചെയ്യുന്നു. വളരെയധികം സന്തോഷം. അളവില്ലാതെ ചൊരിഞ്ഞ ദൈവകൃപയ്ക്ക് നന്ദിയും പ്രാരംഭത്തിൽ അർപ്പിച്ചുകൊള്ളട്ടെ. പ്രിയരെ, ഇന്ന് ലൈറ്റർ ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ നാഴികക്കല്ലായ ഈ വെബിനാറിൽ മോഡറേറ്റർ ആകുന്നത് നമുക്ക് ഏവർക്കും പ്രിയപ്പെട്ട ഈ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിന്മാരിൽ പ്രധാനിയായിരിക്കുന്ന ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറാണ്. ഒരു പ്രത്യേകിച്ച് ആമുഖം സാറിനെ കുറിച്ച് ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വെബിനാർ ഇന്ന് 200 എന്ന സംഖ്യ തികയ്ക്കുമ്പോൾ ലൈറ്റർ ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന് തീർച്ചയായും കടപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീ വിൽസൺ കരിമ്പന്നൂർ. അദ്ദേഹത്തിന്റെ ഒരു ഇച്ഛാശക്തിയും അതുപോലെ തന്നെ താല്പര്യത്തിന്റെയും ഫലമായിട്ടാണ് ഇത്തരത്തിൽ മുടക്കം കൂടാതെ 200 വെബിനാറുകൾ സംഘടിപ്പിക്കുവാനായിട്ട് സാധിച്ചത്. ഓരോ ആഴ്ചത്തേക്ക് വേണ്ടുന്ന പ്രഭാഷകരെ കണ്ടെത്തുവാനും മറ്റ് അഡ്മിന്മാരെയൊക്കെയും കോർഡിനേറ്റ് ചെയ്യുവാനും തന്റെ സാന്നിധ്യത്തിലും ചുരുക്കം ചില സന്ദർഭങ്ങളിൽ യാത്രകളിലൊക്കെ ആയിരിക്കുമ്പോഴൊക്കെയും വളരെ ഭംഗിയായി തന്നെ ഈ വെബിനാറുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ താല്പര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. നമുക്കെല്ലാവർക്കും അറിയാം, പല രീതിയിലുള്ള തിരക്കുകൾ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിലും ഉണ്ടായിരുന്നു. എന്നാൽ അതൊക്കെയും ലൈറ്റർ ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കാതെ ഇരിക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നുള്ളത് ഇത്തരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ മാർത്തോമ സഭയുടെ വികസന സമിതിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായും മുംബൈ ഭദ്രാസനത്തിന്റെ വികസന സമിതിയുടെ സെക്രട്ടറിയായും സേവനം ചെയ്യുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ മാർത്തോമ സഭാ കൗൺസിൽ അംഗമായ വ്യക്തിയാണ്. സഭയുടെ വിവിധ പ്രവർത്തന മേഖലകളിൽ സാറ് പ്രവർത്തിച്ചിട്ടുണ്ട്. മുംബൈ നവജീവൻ ട്രസ്റ്റിന്റെ മുൻ ട്രസ്റ്റി ആയിരുന്നു. നല്ല ഒരു എഴുത്തുകാരൻ, ഗാനരചയിതാവ്, ഒരു ബ്ലോഗർ, സാമൂഹിക പ്രവർത്തകൻ, മുംബൈയിലെ മലയാളി സമാജത്തിന്റെ പ്രവർത്തകൻ തുടങ്ങി വിവിധ മേഖലകളിൽ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളിലൂടെ തന്റെ കഴിവുകൾ തെളിയിച്ച ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ് ശ്രീ വിൽസൺ കരിമ്പന്നൂർ. ONGCയിലെ തന്റെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ഇപ്പോൾ കൂടുതൽ സമയവും പ്രകാരം സഭാപ്രവർത്തനങ്ങളായി, ഇടവക പ്രവർത്തനങ്ങളായി, സാമൂഹിക പ്രവർത്തനങ്ങളായിട്ടൊക്കെയും അദ്ദേഹം ചെലവഴിക്കുന്നു. നല്ല ഒരു സപ്പോർട്ട് കുടുംബത്തിൽ നിന്നും സാറിന് ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ലഭിക്കുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമാണ്. ഇപ്പോൾ അദ്ദേഹം USA കാലിഫോർണിയയിൽ നിന്നാണ് നമ്മുടെ ഈ മീറ്റിംഗിൽ ജോയിൻ ചെയ്യുന്നത്. ലൈറ്റർ ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ ഈ 200ാമത്തെ വെബിനാറിൽ സ്റ്റഡി ഫോറത്തിന്റെ ഈ അമരക്കാരനെ ഈ ഇന്നത്തെ മീറ്റിംഗ് മോഡറേറ്റ് ചെയ്യാനായിട്ട് വളരെ സന്തോഷപൂർവ്വം നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളട്ടെ. കർത്താവിൽ പ്രിയരെ, വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സമയം ഈ വേദിയിൽ ഇരിക്കുന്നത്. എന്നെ പറ്റി അല്പം കൂട്ടി പറഞ്ഞ ശ്രീ ബെന്നി തോമസിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. നമ്മുടെ വെബിനാർ ഇന്നും സമാരംഭിക്കുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്. നമ്മളെ ഇന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് ആമല്ലൂർ സെന്റ് ജോൺസ് ഇടവകയിലെ ശ്രീമതി സിനി ഷിബുവിനെയാണ്. ശ്രീമതി സിനി ഷിബു ലൈറ്റർ ടു ലൈറ്റന്റെ ഒരു ആക്റ്റീവ് മെമ്പറാണ്. അതുപോലെ തന്നെ നേരത്തെ ഒരു സിംബോസിയത്തില് ഒരു പേപ്പർ അവതരിപ്പിച്ച വ്യക്തിയാണ്. ആമല്ലൂർ സെന്റ് ജോൺസ് ഇടവകയുടെ എല്ലാ ആക്ടിവിറ്റിയിലും ഔദ്യോഗിക ഭാരവാഹികൾ ഉൾപ്പെടെ അനവധി സ്ഥാനങ്ങൾ ഏറ്റെടുക്കുകയും വളരെ ഭംഗിയായിട്ട് പ്രവർത്തിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. നമുക്ക് അഭിമാനമുണ്ട്. സിനി ജോണിനെ ഈ സമയത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് ക്ഷണിക്കുവാനായിട്ട് ഞാൻ നേരത്തെ ക്ഷണിച്ചതാണ്. ഇപ്പോൾ പ്രാർത്ഥിക്കുവാനായിട്ട് ക്ഷണിച്ചുകൊള്ളു.
ഹല്ലേലൂയ, സ്തോത്രം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നപ്പ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദയമായ കർത്താവെ, ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മീറ്റിംഗിലൂടെ കർത്താവെ 200-ാമത്തെ വെബിനാറിൽ കർത്താവ് ഞങ്ങൾക്ക് കൂടി വരാൻ ഞങ്ങളെ സഹായിച്ചതിനായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പ സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ദയമായ കർത്താവ്, ഈ മീറ്റിംഗിന്റെ മോഡറേറ്ററായ വിൽസൺ സാർ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ. നന്നായി ഇതെല്ലാം ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ ദാസനെ അവിടെ ബലപ്പെടുത്തിയതിനായി നന്ദിയോടെ സ്തുതിക്കുന്നപ്പ സ്തോത്രം ചെയ്യുന്നു. അഭിമന്യ തിരുമേനിക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവെ. അവിടുന്ന് കർത്താവെ, അവിടുത്തെ വിലയേറിയ ദാസനെ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമേ, മുഖ്യ സന്ദേശം നൽകുവാൻ കർത്താവ് നിന്റെ ദാസനെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപയ്ക്കുള്ളിൽ അവിടുന്ന് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ വചനം കർത്താവ് ഞങ്ങളുടെ പാതയ്ക്ക് ദീപവും, ദൈവമേ കാലിന് പ്രകാശവും പാതയ്ക്ക് ദീപവുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ദൈവമേ, നിന്നിൽ നിന്നുള്ള വെളിച്ചം ഉൾക്കൊണ്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസനെ ദൈവമേ തിരുമേനി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ശരീരാത്മദേഹികളെ ബലപ്പെടുത്തി കർത്താവ് അവിടുന്ന് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൃത്യമായി ബഹുമാനപ്പെട്ട മന്ത്രി ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് ദാസൻ കർത്താവെ കൃത്യസമയത്ത് ഇതിൽ ജോയിൻ ചെയ്യാനുള്ള കൃപയൊക്കെ നൽകി സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ മകനിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന സേവനങ്ങളൊക്കെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ കൃപ നിന്റെ മകനോട് കൂടെ ഇരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. നിന്റെ മകനോട് ലഭിക്കുന്ന സേവനങ്ങൾ കർത്താവെ ദൈവരാജ്യ മഹത്വത്തിനായി കൂടി വ്യാപരിക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവമായ കർത്താവെ, അവിടുന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്ത ദൈവന്റെ മക്കളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവിടുത്തെ കൃപ നിന്റെ മക്കൾ ഓരോരുത്തരോട് കൂടെ ഇരിക്കണമേ. ഈ വെബിനാർ കർത്താവെ അങ്ങയുടെ രാജ്യത്തിന്റെ കെട്ടുപണിക്കായി ഉതകത്തക്ക വിധം അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ വ്യക്തി ജീവിതങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ ആരുടെയും ക്രൂശങ്ങളൊന്നും കണക്കെഴുതാതെ കർത്താവെ ഈ മീറ്റിംഗിൽ അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിരിക്കണേ കർത്താവെ. രാജ്യത്തിന്റെ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്ന ഓരോരുത്തരെ അങ്ങയുടെ പൊന്നുപാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അവരോരോരുത്തരെയും നിന്റെ കൃപയ്ക്കുള്ളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്ത് അങ്ങയുടെ സാന്നിധ്യവും സഹായം ഞങ്ങളോട് കൂടി ഇരിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ അൻപുള്ള നാമത്തിൽ കേൾക്കണേ പിതാവേ. കർത്താവിൽ പ്രിയരെ, ഏറ്റവും പ്രിയങ്കരനായ അഭിവന്യ തോമസ് മാർ തീത്തോസ് തിരുമേനി, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ വന്യ വൈദികരെ, നമ്മുടെ അംഗങ്ങളെ, പുറത്തു നിന്ന് പ്രവേശിച്ച അംഗങ്ങളെ, എല്ലാവർക്കും ഈ സമയം ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സമയത്ത് ഇന്നത്തെ വിഷയം ഒരു വലിയ വിഷയമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സത്യാനന്തര കാലത്തെ ആത്മീയത എന്ന വിഷയമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയം അഭിവന്യ തിരുമേനിയോട് സംസാരിച്ചപ്പോൾ വളരെ സന്തോഷപൂർവ്വമാണ് ഈ വിഷയം ഏറ്റെടുത്തത്. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കിയത്. വലിയ സാധാരണയിൽ കവിഞ്ഞ ഒരു വിഷയമാണെന്ന് പിന്നീട് എനിക്ക് ബോധ്യമായി. ഈ സത്യാനന്തര കാലമെന്ന് നമ്മൾ ഈ കേൾക്കുവാനായിട്ട് തുടങ്ങിയത് 1992-ലാണ്. 1992 സെർബിയൻ അമേരിക്കൻ എഴുത്തുകാരനായ സ്റ്റേവ് ടെസിക് എന്ന് പറയുന്ന ആളാണ് ആദ്യമായിട്ട് ഈ സത്യാനന്തര കാലം എന്നുള്ളൊരു പ്രയോഗം ഭാഷയിൽ ആരംഭിച്ചത്. പക്ഷെ അതിന് എത്രയോ മുൻപ് യഥാർത്ഥത്തിൽ ഈ സത്യാനന്തര കാലഘട്ടമായിരുന്നു എന്നാണ് ഇപ്പോഴുള്ള പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. മനുഷ്യന് ഒരുവിധം ബുദ്ധി വികസിച്ച് ബുദ്ധി വികാസം പ്രാപിച്ച മനുഷ്യനായപ്പം തൊട്ട് സത്യാനന്തര കാലത്തിലാണ് ജീവിക്കുന്നതെന്നാണ് ഇന്ന് പല പ്രമുഖരായ എഴുത്തുകാരും പറയുന്നത്. കാരണം സത്യാനന്തര കാലം
എന്ന് പറഞ്ഞാൽ 1992 ശേഷം ഉണ്ടായ ഒരു പ്രതിഭാസമല്ല എന്നാണ് പറയപ്പെടുന്നത്. പ്രത്യേകിച്ച് ഇത് ഇത്രയും ശക്തമായിട്ട് ഉന്നയിക്കപ്പെടുവാനായിട്ടുള്ള ഒരു കാരണം ഈ അമേരിക്കയില് ഇപ്പോഴത്തെ പ്രസിഡന്റിനും മുമ്പഴത്തെ പ്രസിഡന്റായിട്ട് ചാർജ് എടുത്ത സമയത്ത് അന്ന് നടന്ന ഇലക്ഷനില് മൊത്തം 217 കള്ളം പ്രചരിക്കപ്പെട്ടു എന്നാണ് അതിനെപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. 217 കള്ളം ഒരു തെരഞ്ഞെടുപ്പില് പ്രചരിക്കപ്പെട്ടു. അതില് ശരിക്കും പറഞ്ഞാല് 79% അസത്യങ്ങൾ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയും 21% അസത്യങ്ങള് ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയും പ്രചരിപ്പിച്ചു എന്നാണ് വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കാലഘട്ടത്തില് ഈ വിഷയത്തിന്റെ പ്രസക്തി അപ്പം നമുക്ക് ഊഹിക്കാം. അതുകൊണ്ടാണ് അന്ന് ആ കാലഘട്ടങ്ങൾക്കൊക്കെ മുമ്പേ ഇതുപോലുള്ള പല തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ രാജ്യത്തുൾപ്പെടെയുള്ള പല തെരഞ്ഞെടുപ്പുകളിലും പല ജീവിത പ്രക്രിയകളിലും നിരന്തരം അസത്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ട ഒരു കാലഘട്ടമായിട്ടാണ് ഈ 90കൾ തൊട്ട് മുന്നോട്ട് വരുമ്പം നമ്മൾ വിചാരിച്ചിരിക്കുന്നത് 90കളിൽ തൊട്ടാണ് സത്യാനന്തര കാലഘട്ടം എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പക്ഷേ പ്രായോഗികമായിട്ട് അതിനെപ്പറ്റി പഠനം നടത്തുമ്പോൾ മനുഷ്യനുള്ളിടത്തോളം കാലം കള്ളമുണ്ടായിരുന്നു. അത് ഏതൻ തോട്ടത്തിൽ തൊട്ട് ഈ കള്ളം ആരംഭിച്ചു എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നമ്മുടെ ഫംഗ്ഷൻ ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് ഉള്ള നടപടിക്രമം മന്ത്രിയെ ക്ഷണിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അദ്ദേഹത്തിന്റെ ശ്രമഫലമായിട്ടാണ് നമ്മുടെ മന്ത്രി ഈ വേദിയിൽ സന്നിധനായിരിക്കുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് ഇപ്പോൾ മിനിസ്റ്ററിനെ ഉദ്ഘാടനം ചെയ്യുവാനായിട്ട് സ്വാഗതം ചെയ്യുന്നതായിരിക്കും. ഏറ്റവും ബഹുമാനായ വിൽസൺ സാർ, അഭിനന്ദ തിരുമേനി, ഏറ്റവും ആദരണീയനായ മിനിസ്റ്റർ സജി ചെറിയാൻ അവറുകൾ, പ്രിയമുള്ള ലൈറ്റ് ടു ലൈറ്റൻ സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ സെമിനാറിന്റെ പ്രാധാന്യം എന്നത് 200ാമത് സെമിനാറാണ് ഇന്ന് നടത്തപ്പെടുന്നത് എന്നുള്ളതാണ്. നമ്മളുടെ ഈ സെമിനാറുകൾ ഇത്രയും അധികം നടത്തി എന്നതിൽ വളരെ അഭിമാനിക്കത്തക്കതാണ്. ഇത് ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയാണ്. ഇത്തരം തുടർച്ചയായ 200 സമ്മേളനങ്ങളിലൂടെ, സെമിനാറുകളിലൂടെ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അത്തരം പ്രാധാന്യമുള്ള ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതിന് ബഹുമാനപ്പെട്ട സാംസ്കാരിക ഫിഷറീസ് വകുപ്പ് മന്ത്രി സജി ചെറിയാൻ അവറുകളെ ലഭിച്ചത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ അവറുകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം വളരെ ജനകീയനായ ഒരു MLA-യും ഒരു പൊതുപ്രവർത്തകനും ഒരു മന്ത്രിയുമാണ്. വളരെ ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ആളുകളുടെയും ഹൃദയം കവരുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പ്രത്യേകം പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ചെങ്ങന്നൂർ എന്നത് ഇടതുപക്ഷ മുന്നണിക്ക് വലിയ പ്രാധാന്യമുള്ള മണ്ഡലം അല്ലെങ്കിൽ കൂടി വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത് അദ്ദേഹത്തിന്റെ വ്യക്തിപ്രഭാവം കൊണ്ടുമാണ്. അദ്ദേഹത്തെ ഈ സെമിനാറിന് ക്ഷണിച്ചപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി സെമിനാറിൽ പങ്കെടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചു. ഈ പ്രതികൂല കാലാവസ്ഥ മൂലമാണ് അദ്ദേഹത്തിന് നേരത്തെ ഈ മീറ്റിംഗിൽ കയറാൻ കഴിയാതെ പോയത്. എങ്കിലും അദ്ദേഹം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തപ്പെട്ടിരിക്കുന്നു. ബഹുമാനപ്പെട്ട സജി ചെറിയാൻ ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ ഏറ്റവും സ്നേഹാദരവുകളോട് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇപ്പോഴേ 1-2 പോയിന്റോടെ പറഞ്ഞ് തന്നെ തിരുമേനിയെ ക്ഷണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സത്യാനന്തര കാലത്തിന്റെ ഒരു വിഷയം, അതിന്റെ ഏറ്റവും ശക്തമായ ഒരു അവസ്ഥ സംജാതമായിപ്പെട്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തില്. എന്നാൽ അസത്യം ഇതിനു മുമ്പെല്ലാം സത്യവും ഇപ്പം സത്യത്തിന് ശേഷമാണെന്നുള്ള ചിന്താഗതിയിൽ
സാങ്കത്യമില്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. എന്നാൽ ഇപ്പം സഹിക്കാവുന്നതിലുപരി അസത്യങ്ങളുടെ കാലഘട്ടമാണെന്ന് നമ്മുടെ രാജ്യത്ത് ഇപ്പം നടക്കുന്ന തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാത്രം വീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഈ കാലഘട്ടത്തിലെ ആത്മീയതയാണ് അടുത്ത വിഷയം. സത്യത്തില് അതിനൊപ്പിച്ച് തന്നെയുള്ള ഒരു ആത്മീയതയാണ് ഇപ്പൊ ഉള്ളതെന്ന് പറയേണ്ടി വരുന്നതില് ഖേദമുണ്ട്. അസത്യ കാലഘട്ടത്തിനൊത്തി ഒരു ആത്മീയതയാണ് ഇപ്പൊ നടക്കുന്നത്. കപടഭക്തി എന്ന് പറഞ്ഞത് യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിൽ യേശുക്രിസ്തു തന്നെ ഉപയോഗിച്ച വേർഡാണ് കപടഭക്തിക്കാരെന്നുള്ളത്. എന്നാല് അതിന്റെയൊക്കെ മടങ്ങുകള്, അതായത് 30, 60, 100 മേനിയായിട്ട് വിളഞ്ഞ് ഈ 100 മേനിയിൽ എത്തി നിൽക്കുന്ന ഒരു കാലഘട്ടമാണെന്ന് പറയാതിരിക്കാൻ തരമില്ല. ഞാന് ബഹുമാനപ്പെട്ട മന്ത്രി ഇതുവരെ പ്രവേശിച്ചില്ല എന്ന് മനസ്സിലാക്കുന്നതിനാല് നമ്മുടെ സമയത്തിന്റെ പരിമിതി കൊണ്ടും നമ്മുടെ മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി ഞാന് തിരുമേനിയെ ക്ഷണിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്താവുന്നത് നമ്മളോട് ക്ഷണം സ്വീകരിച്ചിരിക്കുന്നത് അഭിവന്യ ഡോക്ടർ തോമസ് മാർ തീത്തോസ് എപ്പിസ്കോപ്പയാണ്. അദ്ദേഹം ഇപ്പോഴേ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിന്റെ എപ്പിസ്കോപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ഏവർക്കും അദ്ദേഹത്തിനെ അറിയാം. വലിയൊരു മുഖവരിയുടെ ആവശ്യമില്ല. ഇതിനു മുമ്പേ ചെങ്ങന്നൂർ, മാവേലിക്കര, മുംബൈ, ഈ കുന്നംകുളം, മലബാർ ഈ ഭദ്രാസനങ്ങളിലൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചാണ്. എന്നെ സംബന്ധിച്ച് എനിക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാൻ പറ്റും, ഞാനും തീത്തോസ് തിരുമേനിയും കൂടെ നവജീവനിൽ ഒരുമിച്ച്, ഞാൻ ട്രസ്റ്റിയായിട്ടും പ്രസിഡന്റായിട്ട് തിരുമേനിയും ഒരുമിച്ച് പ്രവർത്തിച്ചാണ്. അന്നൊക്കെ ഞങ്ങൾ പരസ്പരം വളരെ തിരുമേനിയുടെ സാമൂഹ്യ ദർശനം വളരെ ശക്തമായിരുന്നു. പ്രത്യേകിച്ച് ബോംബെയിലുള്ളവർക്കറിയാം, നവജീവന്റെ തുടക്കത്തിൽ അന്ന് അച്ഛനായിരുന്നു. ആ സമയത്ത് ഉമ്മൻ ജോർജ് അച്ഛൻ കാണിച്ച താല്പര്യം, അതിലൂടെയൊക്കെയാണ് നവജീവൻ എന്ന് പറഞ്ഞ ഒരു പ്രസ്ഥാനം രൂപപ്പെട്ടത്. അതുപോലെ ഇന്ന് നവോദയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സഭയ്ക്ക് തന്നെ അഭിമാനകരമായ ഒരു പ്രസ്ഥാനമാണ്. പക്ഷെ അതിന്റെ ആരംഭം കുറിച്ചത് ബഹുമാനപ്പെട്ട തിരുമേനിയാണ്. നവോദയ മുംബൈയിലെ കല്യാണിലാണ് ആരംഭിച്ചത്. അത് 3 കാര്യങ്ങളിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ച്. ഒന്ന്, ട്രാൻസ്ജെൻഡേഴ്സിനെ പുനരധിവസിപ്പിക്കുകയും മോട്ടിവേറ്റ് ചെയ്യുകയും, അതുപോലെ റാക്ക് പിക്കേഴ്സിന് ഭക്ഷണം നൽകുക, അതുപോലെ തന്നെ പ്രത്യേക കഴിവ് മാത്രമുള്ള കുഞ്ഞുങ്ങളെ പരിചരിക്കുക. ഇതൊക്കെയായിരുന്നു ഈ ആശയമൊക്കെ. എപ്പോഴും എനിക്ക് സന്തോഷമുള്ളത് അഭിമന്യ എപ്പിസ്കോപ്പായുടെ ആ ഒരു കാഴ്ചപ്പാട്, പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടിയും കഷ്ടത അനുഭവിക്കുന്നവർക്ക് വേണ്ടിയും എന്നും മുമ്പിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പ്രഭാഷണം ക്രിസോസ്റ്റം തിരുമേനിയോട്, വലിയ തിരുമേനിയോടൊക്കെ നടന്നതിന്റെ ഒരു ചെറിയ സ്വാധീനം, തമാശയൊക്കെ പറയാനായിട്ട് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുപരിയായിട്ട് നല്ല ദർശനങ്ങളാണ്. നല്ല പഠനം നടത്തി തിരുമേനി അവതരിപ്പിക്കുന്ന പ്രസംഗം കേൾക്കുമ്പം നല്ല ഡെപ്തായിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കൂടുതൽ സമയത്തിന്റെ പരിമിതി കൊണ്ട് നീട്ടുന്നില്ല. അഭിവന്യ തോമസ് മാർ തിമത്തിയോസ് തിരുമേനിയെ ഇന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുവാനായിട്ട് ഞാൻ ലൈറ്റഡ് ടു ലൈറ്റൺ പ്രസ്ഥാനത്തിന്റെ നാമധേയത്തിൽ ക്ഷണിച്ചുകൊള്ളുന്നു. സ്നേഹമുള്ള ബഹുമാനപ്പെട്ട അച്ഛന്മാർ, സംബന്ധിക്കുന്നവർ, ഈ ലൈറ്റഡ് ടു ലൈറ്റൺ പ്രോഗ്രാമിൽ സ്ഥിരമായി അതിന്റെ അംഗങ്ങളായിരിക്കുന്നവർ, ഈ സൂം മീറ്റിംഗിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ സ്നേഹവന്ദനം. നമ്മുടെ ലൈറ്റഡ് ടു ലൈറ്റൺ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ 200ാമത് വെബിനാറാണിത്. ഇവിടെ നമ്മൾ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ 200 വെബിനാർ തുടർച്ചയായി വീഴ്ച കൂടാതെ നടത്തുക എന്നുള്ളത് സത്യത്തിലൊരു അതിശയകരമായ കാര്യം തന്നെയാണ്. വേണമെങ്കിൽ അതിന്റെ ചുമതലക്കാർക്ക് ഗിന്നസ് ബുക്കിൽ എല്ലാം ശ്രമിച്ചാൽ കയറി പറ്റാവുന്നതാണ്. അതൊരു ചെറിയ കാര്യമാണ്. അപ്പോൾ അതിന്റെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. ഈ വെബിനാറിൽ നമ്മുടെ ഈ സ്റ്റഡി ഫോറത്തിൽ പ്രധാനമായും ഒരു പ്രോഗ്രസീവ്
തിങ്കിങ് ഉള്ള ആളുകളാണ് എല്ലാവരും അതിന്റെ അംഗങ്ങൾ എന്നുള്ളതും വളരെ സന്തോഷകരമാണ്. എനിക്ക് രസകരമായി തോന്നിയ ഒരു കാര്യം, വിൽസൺ സത്യാനന്തര ലോകത്തിൽ ഒരു സത്യം പറഞ്ഞു. ആ സത്യം എന്നാന്ന് ചോദിച്ചാൽ, സത്യാനന്തര ലോകത്തിലെ ആത്മീയതയെക്കുറിച്ച് എന്നോട് ഇന്നത്തെ സംഭാഷണം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി അന്വേഷിച്ചത്. അപ്പോഴാണ് എനിക്കതിന്റെ ആഴം മനസ്സിലായെന്ന് പറഞ്ഞു. അതിന്റെ അർത്ഥം നേരത്തെ അത് നോക്കിയിരുന്നെങ്കിൽ എന്നെ വിളിക്കുകയില്ലായിരുന്നു എന്നുള്ളതാണ്. അതൊരു സത്യമായ കാര്യം. സത്യാനന്തര ലോകത്തിലും സത്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സത്യമുണ്ട്. എന്നാൽ സത്യാനന്തര ലോകത്തിൽ നമ്മൾ കാണുന്ന അപകടകരമായ കാര്യം, അൾട്ടിമേറ്റ് ആയിട്ട് ട്രൂത്ത് ഇല്ല. ദർ ഈസ് നോ അൾട്ടിമേറ്റ് ട്രൂത്ത്. ട്രൂത്ത് ഈസ് റിലേറ്റീവ് എന്ന് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വലിയ സ്ഥിതിവിശേഷമാണ്. ഈ പോസ്റ്റ് ട്രൂത്ത്, നമുക്ക് ആ വാക്ക് തന്നെ നോക്കിയാൽ ചില വൈരുദ്ധ്യങ്ങൾ കാണാൻ സാധിക്കും. പോസ്റ്റ് മോഡേണിസം നമ്മൾ പറയാറ്, പോസ്റ്റ് കൊളോണിയലിസം എന്ന് നമ്മൾ പറയാറ്. അപ്പോൾ മോഡേണിസത്തിന്റെ തുടർച്ചയായിട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു കുട്ടിക്കായിട്ടും ഒക്കെയാണ് പോസ്റ്റ് മോഡേണിറ്റി വരുന്നത്. അപ്പൊ അതിന്റെ ഒരു തുടർച്ചയും അതിന്റെ ഒരു ക്രിട്ടിക്കായിട്ടും എല്ലാം കാണാം. പോസ്റ്റ് കൊളോണിയലിസം, കൊളോണിയൽ വാഴ്ചയുടെ അനന്തരമായി വന്നിട്ടുള്ളതാണ് പോസ്റ്റ് കൊളോണിയൽ. അതുപോലെ ഉള്ള ഒരു വാക്കാണോ പോസ്റ്റ് ട്രൂത്ത്? അപ്പൊ ഈ ട്രൂത്തിനല്ല, പോസ്റ്റ് അനന്തരം എന്നുള്ള വാക്ക് ശക്തീകരിക്കപ്പെടും. അവിടെയാണ് ഇപ്പോൾ വിൽസന് പറഞ്ഞ ഒരു പ്രധാന കാര്യം. ഇത് 2016 എന്ന് തോന്നുന്നു ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ഇത് ആദ്യമായിട്ട് ഈ വാക്ക് വന്നത്. അപ്പോ ഈ സത്യാനന്തരം എന്ന് പറയുന്നതിന്റെ ഏറ്റവും ലളിതമായി നോക്കിയാൽ, അസത്യത്തെ സത്യമായി വലിയ നുണയായി പ്രചരിപ്പിച്ച് ഈ ഒരു പൊതുബോധം സൃഷ്ടിച്ച് അസത്യത്തെ സത്യമാക്കുന്ന അത്യന്തം അപകടകരമായ ഒരു ക്രമമാണ് ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് പറയുന്നത്. അതിന്റെ ഉദാഹരണമാണ് തന്നെ ഇവിടെ ഉപയോഗിച്ചത്. ഈ അമേരിക്കൻ ട്രംപിന്റെ ഇലക്ഷനും ബ്രിട്ടനിൽ ബ്രെക്സിറ്റ് എന്ന ആശയവും ഈ ഇന്ത്യയിലെ നോട്ട് നിരോധനവും എല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്ന ചിന്തകർ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കും. അപ്പൊ ഈ ഇവിടെ സൂചിപ്പിച്ചു, ഈ ട്രൂത്തോമീറ്റർ എന്ന് പറയുന്ന ഒരു വാക്ക് ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടു. നമ്മള് ഈ തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഊഷ്മാവ് അളക്കാനായിട്ട് അത് സാധിക്കുന്നെങ്കിൽ ട്രൂത്തോമീറ്ററും പോസിബിൾ ആണ്. വലിയ സെലിബ്രിറ്റീസിന്റെ നിരന്തരമായ സംഭാഷണങ്ങൾ, പ്രസംഗങ്ങൾ, അവരുടെ കാഴ്ചപ്പാടുകൾ അത് കൃത്യമായി വിലയിരുത്തുകയും അതിനകത്ത് എത്രമാത്രം ഒരു സത്യം പറഞ്ഞു എന്നുള്ളത് കണ്ടെത്തുകയും ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ ആധുനിക കാലത്ത് ഉള്ളതുകൊണ്ട് ട്രംപിന്റെ ഇലക്ഷന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞതിൽ ഇപ്പോ 78 എന്ന് വിൽസൺ പറഞ്ഞു. ഏതായാലും 70% കൂടുതൽ അദ്ദേഹം അസത്യമാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ 30% അർദ്ധസത്യമോ തീരെ സത്യമല്ലാത്തതോ കുറച്ച് സത്യമോ ഒക്കെ ആയിട്ട് പറഞ്ഞു. എന്നാൽ ഹിലാരി ക്ലിന്റൺ ഏതാണ്ട് 20% കള്ളമേ പറഞ്ഞു. 70 തൊട്ട് 80% വരെ അവർ പറഞ്ഞത് സത്യമാണ്. അപ്പൊ 70% അസത്യം പറഞ്ഞ ഒരു ആള് അമേരിക്കയുടെ പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകിലുള്ള സത്യം എന്താണ്? അത് നുണയുടെ കൃത്യമായ പ്രചരണമാണ്. അതാണ് കൃത്യമായി ഇവിടെ നമ്മള് അദ്ദേഹം എത്ര ഈ പ്രസിഡൻഷ്യൽ ഇലക്ഷൻ സമയത്ത് എത്ര അസത്യം നമ്മൾ പറയുന്നത് ലളിതമായ അസത്യങ്ങളല്ല, ലോകം മുഴുവനും ബാധിക്കുന്നതായ അസത്യങ്ങൾ പറഞ്ഞു. ഉദാഹരണത്തിന് ഈ മെക്സിക്കൻ വാൾ ആ ഭാഗത്തേക്ക് ഒരുപാട് കുടിയേറ്റക്കാർ വരുന്നു. അവര് വന്നാൽ ഈ രാജ്യം അത്യന്തം അപകടത്തിലാകും. അതുകൊണ്ട് രാജ്യത്തെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഈ രാജ്യത്തിന് വേണ്ടി എന്റെ ആയുസ്സ് സമർപ്പിക്കുന്നു. മെക്സിക്കൻ തീരത്ത് വലിയ മതിൽ കെട്ടണം,
ഇതെല്ലാം പറഞ്ഞ ഒരു ജനതയെ അപ്പാടെ അവരുടെ ചിന്താലോകത്തെ തന്നെ മറിച്ച് പുതിയ ഒരു ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ രാജ്യത്തെ പ്രസിഡന്റ് ആയി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വരുമ്പോ അതിനകത്തുള്ളത് മനുഷ്യന്റെ ഈ യുക്തിയെ തകർത്ത് ഈ ഭക്തി കൊണ്ടും ഇമോഷൻ കൊണ്ടും അതിനെ ഹൈജാക്ക് ചെയ്ത് ഒരു വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു. പ്രതിസന്ധി എന്ന് നമ്മളാണ് പറയുന്നത്, അത് പ്രതിസന്ധിയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം വിജയിക്കാനായിട്ടുള്ള വലിയ ഒരു തന്ത്രമാണ്. അപ്പൊ ഈ സത്യാനന്തര ലോകത്തിൽ ഈ മന്ത്രം പോയി തന്ത്രങ്ങളിലൂടെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുപോലെ തന്നെ ബ്രിട്ടന് യൂറോപ്യൻ യൂണിയനിൽ നിന്ന് മാറാനായിട്ട് ഈ ബ്രിട്ടൻകാർ പറഞ്ഞ ഒരു കാര്യം, ഈ ഒരു യൂറോപ്യൻ യൂണിയന്റെ പൊതു ഖജനാവിലേക്ക് ഏതാണ്ട് കോടിക്കണക്കിന് അവരുടെ ഈ പണം ഓരോ ആഴ്ചയും നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇവിടുത്തെ മെഡിക്കൽ ഇൻഷുറൻസിന് വേണ്ടി ചെലവാക്കേണ്ടതാണ്. അതൊക്കെ തുടർന്നാൽ നമ്മുടെ ബ്രിട്ടനിലുള്ള ആളുകൾ അത്യന്തം അപകടത്തിലാകും എന്ന് പറഞ്ഞു. എന്ന് മാത്രമല്ല, ഈ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമായിട്ട് ഇനി തുർക്കി കൂടെ ചേരാൻ പോകുന്നു. തുർക്കി ഇതിന്റെ ഭാഗമായി കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ യൂണിയൻ പൊളിയും. അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാകണം, അതിന് സഹായകരമായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് ഈ ബ്രെക്സിറ്റ് ഇമോഷൻസ് ഇളക്കി വിടുകയാണ്. അപ്പോ ഏതാണ്ട് അതിന് സമാനമായ ഒരു ആയിട്ടാണ് ചിന്തകന്മാർ നമ്മുടെ നാട്ടിൽ ഈ രാജ്യത്ത് ഈ നോട്ട് നിരോധനത്തെ ഉൾപ്പെടെയുള്ള ഇവിടെ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പൊ അതിന്റെ ഒരു വിശദാംശത്തിലേക്ക് ഇപ്പോൾ പ്രവേശിക്കുന്നില്ല. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാനായിട്ടുള്ള ത്രാണി എനിക്കില്ല. എന്നാൽ ഇവിടെ സൂചിപ്പിച്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യുവാൻ നോവ ഹരാരി പറഞ്ഞു, മനുഷ്യൻ എന്നും ഈ സത്യാനന്തര ലോകത്തിലായിരുന്നു. ഈ ഹോമോസാപ്പിയൻസ് എന്ന് പറയുന്നത് തന്നെ ഒരു സത്യാനന്തര ജന്തുവായിട്ടാണ് മനുഷ്യനെ പ്രവേശിക്കുന്നത്. അപ്പോൾ ആ രീതിയിലെല്ലാം നോക്കുമ്പോൾ ഈ പോസ്റ്റ് ട്രൂത്ത് എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് മുമ്പ് ഒരു ഒരു വേൾഡ് ഓഫ് ട്രൂത്ത് ആയിരുന്നു ഉള്ളത് എന്ന് ചോദിക്കുന്ന. അപ്പൊ അങ്ങനെ ഒരു കാലം ഉണ്ടായിട്ടില്ല. എല്ലാ കാലത്തും മനുഷ്യൻ സത്യാനന്തര കാലം പോലെയാണ് ജീവിച്ചത്. അപ്പൊ അങ്ങനെയുള്ള ഒരു കാലത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ കാര്യം നമ്മുടെ ആത്മീയത എവിടെയാണ്. അതിവിടെ വിൽസന് ആ കാര്യങ്ങളെല്ലാം ഒന്ന് ആമുഖമായിട്ട് സൂചിപ്പിച്ചു. സത്യത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സത്യാനന്തര കാലത്തിൽ ഇപ്പോൾ നമ്മൾ ഈ ട്രംപിനെ കുറിച്ചും ബ്രിട്ടനെ കുറിച്ചും ഇന്ത്യയിലെ നേതാക്കളെ കുറിച്ചും ഒക്കെ പറഞ്ഞതിനേക്കാൾ ഒരു രീതിയിൽ ക്രൂരമായ ഒരു ധാരണയാണ് നമ്മുടെ ആത്മീയതയിൽ നിലനിൽക്കുന്നതെന്ന് അന്വേഷിക്കുന്ന എല്ലാവർക്കും നമുക്ക് മനസ്സിലാവും. അതിന്റെ ഭാഗമാണ് നമ്മൾ എല്ലാവരും. There is no point in blaming the other denomination, blaming the other people. We are all part of that. നമ്മളെല്ലാവരും അതിന്റെ ഒരു ഭാഗമാണ്. നമുക്ക് ഏറ്റവും രസകരമായി തോന്നാവുന്ന ഒരു ഖലീൽ ജിബ്രാൻ എത്രയോ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം എഴുതിയ ഒരു കഥ പോലെ എഴുതിയതാണ്. ഈ നസ്രയത്തിലെ യേശു എല്ലാ 100 വർഷം കൂടുമ്പോഴും ലെബാനോനിലെ ഒരു പൂന്തോട്ടത്തിൽ വരുന്നത് എന്തിനാണ് എന്ന് അദ്ദേഹം പറയുന്നത്, ക്രിസ്ത്യാനികളുടെ യേശുവുമായിട്ട് ഒരു സംസാരത്തിന് വേണ്ടി വരിക. 24 മണിക്കൂർ അവർ സംസാരിക്കും, ഒരു രാവും ഒരു പകലും. അപ്പോൾ അതിനുശേഷം പിരിയാൻ നേരം ഈ നസ്രയത്തിലെ യേശു ക്രിസ്ത്യാനിയുടെ യേശുവിനോട് പറയും, നമുക്ക് ഒരിക്കലും യോജിച്ചു പോകാം എന്ന് തോന്നുന്നില്ല എന്ന് ദുഃഖിതനായി നസ്രയത്തിലെ യേശു മടങ്ങിപ്പോകും. ഇതിന് സമാനമായി നമ്മുടെ ബെന്യാമീൻ അകത്തെ ക്രിസ്തു പുറത്തെ ക്രിസ്തു എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പ്രഭാഷണം സമാഹരിച്ച് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഒരു ചാപ്റ്ററാണ് ഈ അകത്തെ ക്രിസ്തു പുറത്തെ ക്രിസ്തു എന്ന് പറയുന്നത്. അപ്പൊ അതിനകത്ത് അദ്ദേഹം ഈ വെസ്റ്റിൽ എവിടെയോ ഒരു ക്രിസ്മസ് സീസണിൽ പോയ ഒരു അനുഭവം എഴുതുന്നു. അപ്പൊ അദ്ദേഹം വളരെ പുരാതനമായ ഒരു പള്ളിയിൽ ആരാധനയിലൂടെ സംബന്ധിക്കത്തക്കോണം പോവുക. വലിയ കാർണിവൽ, വലിയ മേളകൾ, വിൽപ്പനകൾ എല്ലാം ഈ വലിയ പള്ളിയുടെ മുമ്പിൽ, ഈ കത്തീഡ്രൽ പള്ളിയുടെ മുമ്പിൽ നടക്കുന്നു. അപ്പോൾ അകത്ത് കയറിയപ്പോൾ 5 or 6 ആളുകൾ ആരാധനയ്ക്ക്. പുറത്തെ ക്രിസ്തുവിനെ സ്വീകരിക്കാനാണ് എല്ലാവർക്കും. അതാണ് അദ്ദേഹത്തിന്റെ പ്രമേയമായിട്ട് പറയുന്നത്.
പുറത്തെ ക്രിസ്തു. അത് വലിയ ലാഭത്തിന്റെയും ഈ യെരൂശലേം ദേവാലയത്തിൽ യേശു ചെന്നപ്പോൾ കണ്ടതുപോലെയുള്ള ദൈവത്തെ ഉപയോഗിക്കുന്നതിന്റെയും ദൈവത്തിന് വേണ്ടിയുള്ള ഇടപാടുകൾ. അത് യേശു രോഗികളെ സൗഖ്യമാക്കുന്ന അത്ഭുതം, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന കാര്യങ്ങൾ, അഞ്ചപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഉള്ള വിഷയങ്ങളാണ് ഈ പുറത്ത് എല്ലാം കാണുന്നത്. എന്നാൽ അകത്തെ ക്രിസ്തു ഈ ക്രൂശിതനായ വേദനിക്കുന്ന ക്രിസ്തുവാണ്. അത് കണ്ണുനീരിന്റെ ഒരു ക്രിസ്തുവാണ്. അത് വേദനപ്പെടുന്നതിന്റെ അടുത്ത് നിൽക്കുന്ന ക്രിസ്തുവാണ്. ഇതിന്റെ വെളിച്ചത്തിൽ നമ്മൾ സത്യസന്ധമായി നോക്കിയാൽ നമ്മൾ ഇന്ന് എവിടെയാണ് നമ്മൾ പ്രഘോഷിക്കുന്നതും നമ്മൾ പറയുന്നതും നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിലും സഭാ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഒക്കെ ഈ പുറത്തെ ക്രിസ്തുവിന്റെ കൂടെ നടക്കുകയാണ് പലരും. അകത്തെ വേദനിക്കുന്ന ക്രൈസ്റ്റ് ദ ക്രൂസിഫൈഡ്, ദ ബ്ലീഡിങ് ക്രൈസ്റ്റ്, ഇത് പലപ്പോഴും നമുക്ക് ഗൗരവമായി കാണാനായിട്ട് സാധിക്കുന്നില്ല. എല്ലാ പ്രവർത്തനങ്ങളും ഏതാണ്ട് അതുപോലെയാണ്. നമുക്ക് കർത്താവ് പറഞ്ഞ തന്നെ 2-3 വാക്കുകൾ തന്നെ എടുത്താൽ നമുക്കത് മനസ്സിലാവും. 2 ഉള്ളവൻ 1 ഇല്ലാത്തവൻ. ഇതിപ്പോൾ ഞാൻ പറയാൻ തന്നെ പാടുള്ള കാര്യമാണ്, പ്രയാസമുള്ള കാര്യമാണ്. ഇതൊന്നും ജീവിതത്തിൽ പ്രായോഗികമാക്കാതെ ഈ അകത്തെ ക്രിസ്തുവിനെ പൊള്ളയാക്കിക്കൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ഈ സെമിനാറുകളിൽ നമുക്ക് എൻ്റെ ഒരു അഭിപ്രായം, നമുക്ക് കൃത്യമായി നമ്മുടെ ആത്മീയത കുറച്ചുകൂടി പുനർനിർവചിക്കേണ്ടതായി. അത് ഇടവകൾ തലത്തിൽ നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങളെ മനുഷ്യർക്ക് സത്യസന്ധ, വാട്ട് ഈസ് ട്രൂ സ്പിരിച്വാലിറ്റി, അത് ദൈവത്തിന്റെ ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുകയും എല്ലാം ക്രിസ്തുവിന്റെ കണ്ണിലൂടെ കാണാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ക്രമമായിട്ട് നമുക്ക് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അത് സാധിക്കൂ. ഓരോ സ്ഥലത്തും ഈ സ്ഥാനത്ത് ക്രിസ്തു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യും എന്ന് നമുക്ക് കാണുന്നത്. അതുകൊണ്ട് ഒരു രീതിയിൽ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ക്രിസ്തു കേന്ദ്രീകൃതമായ ക്രൂശിതനായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലൂടെ നമ്മൾ കണ്ട പുറത്തെ ക്രിസ്തുവിനെയല്ല, അകത്തെ ക്രിസ്തുവിനെ പ്രസന്റ് ചെയ്യാനായിട്ടും റീലിവ് ചെയ്യാനായിട്ടും നമുക്ക് സാധിക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശരിയായ ആത്മീയത നമുക്കുണ്ടാകണം. അപ്പോൾ ആ രീതിയിൽ ചില ആളുകൾ ഏറ്റവും ലളിതമായി ആത്മീയതയെ ഡിഫൈൻ ചെയ്യുന്നത്, ഈ ആത്മീയത എന്ന് പറയുന്നത് ഉത്തരവാദിത്വം. സ്പിരിച്വാലിറ്റി ഈസ് റെസ്പോൺസിബിലിറ്റി. ആൻഡ് റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റവും ലളിതമായി എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ദി എബിലിറ്റി ടു റെസ്പോണ്ട് ഇൻ ദ റൈറ്റ് വേ അറ്റ് ദ റൈറ്റ് ടൈം. ഇതാണ് യേശു ക്രിസ്തു എല്ലായ്പ്പോഴും ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ ആളുകളുടെ, അതിന് യേശു പറഞ്ഞതിലെ ഏറ്റവും ഹൃദ്യമായ ഉപമയാണല്ലോ നല്ല ശമരിയക്കാരന്റെ. നല്ല ശമരിയക്കാരനാണെന്ന് നല്ല ശമരിയക്കാരൻ ഒരിക്കലും പറഞ്ഞില്ല. അദ്ദേഹം നല്ലവനാണെന്ന് നമ്മൾ കണ്ടെത്തുകയാണ്, നമ്മൾ പറയുകയാണ്. അത് അദ്ദേഹത്തിന് കിട്ടിയ ആ ഒരു ആഡ്ജക്റ്റീവ്, അത് അദ്ദേഹം എന്നെ കുറിച്ച് പറഞ്ഞോണമെന്ന് പറഞ്ഞതല്ല. അങ്ങനെയല്ലാതെ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഒക്കാതെ വരും. അങ്ങനെ പോകുന്ന സമയത്ത് ഈ നല്ല ശമരിയക്കാരൻ പോകുന്ന സമയത്താണ് ഈ ഉപദ്രവിക്കപ്പെട്ട് വഴിയരികിൽ കിടക്കുന്ന ഈ ആളിനെ കാണും. അപ്പൊ ആ ആളിനെ കാണുക മാത്രമല്ല, അവിടെ നിൽക്കുക അദ്ദേഹത്തെ എടുത്തു എന്ന് ഒക്കെ പറയുന്നതിനെ കുറിച്ച് ലളിതമായ വിശദീകരണങ്ങൾ നൽകുന്ന പണ്ഡിതന്മാർ പറയുന്നത് തന്റെ ശരീരത്തിന്റെ ഭാഗമാക്കി തീർത്തു എന്നാണ്. സോ ദി അതർ ഈസ് നോ മോർ അനദർ, ദി അതർ ഈസ് ഓൺലി മൈ എക്സ്റ്റൻഷൻ. അടുത്ത് നിൽക്കുന്നവൻ അന്യനല്ല, അവൻ അപരനല്ല, അവൻ അനുജനാണ്, അവൻ എൻ്റെ സഹോദരനാണ് എന്ന്. എല്ലാവരിലും എൻ്റെ സഹോദരനെ കണ്ടെത്തുന്ന ഒരു ദൈവീക കാഴ്ചപ്പാടിൽ ആണ് നമ്മുടെ ആത്മീയതയിൽ നമുക്ക് വേണ്ടത്. ഇതിന് ഏറ്റവും ഹൃദ്യമായി നമ്മൾ കാണുന്നത് ഈ ഏശാവും യാക്കോവും തമ്മിലുള്ള കാഴ്ച. ഏശാവിനെ യാക്കോവ് എല്ലാം അവന്റെ കളിപ്പിച്ച ആളാണ്. യാക്കോവ് എന്ന് പറഞ്ഞാൽ തന്നെ അങ്ങനെ ഒരു ആശയമാണ്. അപ്പൊ ഈ മനുഷ്യന് ആണ് ഈ യാക്കോവ് അഭിമുഖീകരിക്കാൻ വരുന്നത്. അപ്പോൾ ഏശാവ് യാക്കോവിനെ കാണുന്ന സമയത്ത് ഏശാവിനോട് യാക്കോവ് പറയുന്ന ഒരു വാക്കുണ്ട്, എനിക്കിപ്പോൾ നിന്റെ മുഖം ദൈവത്തിന്റെ മുഖം പോലെയാണ്. ഇപ്പോൾ നമ്മുടെ ആത്മീയതയിൽ അടുത്ത് നിൽക്കുന്നവന്റെ മുഖം ശത്രുവായിട്ട്,
എൻ്റെ ഡിനോമിനേഷനിൽ അല്ലെങ്കിൽ അത് ഒരു ഈ അനദർ. നമ്മുടെ ആശയങ്ങൾ സ്വീകരിക്കുന്നില്ല എങ്കിൽ ദി അതർ ഈസ് അനദർ. എന്നാൽ നമുക്ക് ദി അതർ ഈസ് ബ്രദർ. അതുകൊണ്ട് വേദപുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ ചോദ്യങ്ങൾ 3 എണ്ണമേ ഉള്ളൂ എന്ന് നമുക്ക് നമ്മളോട് പറയുന്ന ആളുകൾ. ഒന്നാമത്തെ കാര്യം, വേർ ആർ യു? നീ ഇപ്പോൾ എവിടെയാണ്? നീ ഇപ്പോൾ എവിടെയാണ്? വേർ ഈസ് യുവർ ബ്രദർ? നിന്റെ സഹോദരൻ എവിടെയാണ്? ആൻഡ് വേർ ഈസ് യുവർ ക്രോസ്? നിന്റെ കുരിശ് എവിടെയാണ്? ഈ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും അന്വേഷണവും ആണ് നമ്മുടെ ആത്മീയതയിൽ നമുക്ക് കണ്ടെത്തേണ്ട ഇതായിട്ടുള്ളത്. പക്ഷേ പലപ്പോഴും നമുക്ക് സൗകര്യമായ ഒരു ആത്മീയതയാണ്. പോസ്റ്റ് ട്രൂത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? നമ്മൾക്ക് അനുഗുണമായ കാര്യങ്ങൾ പറഞ്ഞ് അത് സത്യമാക്കാനായിട്ടുള്ള ശ്രമത്തിലൂടെ അസത്യത്തെ സത്യമാക്കുന്നുവെങ്കിൽ, നമുക്ക് അനുകൂലമായ ആത്മീയ വചനങ്ങൾ പറഞ്ഞ് ആത്മീയ താല്പര്യങ്ങൾ പറഞ്ഞ് അതിനനുസരണമായി ദൈവത്തെ നമ്മൾ നമ്മുടെ വരുതിക്കുള്ളിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് എല്ലായ്പ്പോഴും ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം, 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കണമെന്ന് നമ്മൾ അത് പ്രസംഗിക്കുന്നുവെങ്കിലും അത് പ്രായോഗികമാക്കാൻ ഒക്കുന്നില്ല. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും കാരണമാകുന്നു. നമ്മള് പലപ്പോഴും ദ്രവ്യാഗ്രഹം എല്ലാ പാപത്തിനും കാരണമാകുന്ന ഈ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്ന് ഭക്തരെന്ന് പറയുന്ന നമ്മൾ പോലും വേണ്ട രീതിയിൽ പറയുന്നില്ല. അപ്പൊ ഇതാണ് സത്യമെന്ന് നമ്മൾ അറിഞ്ഞിരിക്കെ ഈ സത്യം അറിഞ്ഞ സത്യത്തിനോട് കൂറ് പുലർത്താതെ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾക്ക് അനുഗുണമായി നമ്മൾ വേദപുസ്തകത്തെ വ്യാഖ്യാനം ചെയ്യുന്നു എന്നുള്ളതാണ് അത്യന്തം അപകടകരമായ ഒരു കാര്യം. ഈ പോസ്റ്റ് ട്രൂത്ത് സ്പിരിച്വാലിറ്റിയിൽ നമുക്ക് ഈ കാണുന്ന അടുത്ത കാര്യം, ഈ നമ്മളുടെ ഈ ആത്മീയതയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നിന്ന് നമ്മുടെ റീസണെ നമ്മൾ അകറ്റിക്കളയും. അപ്പം യുക്തിയിൽ, ഭക്തിയിൽ നിന്ന് യുക്തിയെ നഷ്ടപ്പെടുത്തിയുള്ള അത്യന്തം അപകടകരമായ ഒരു കാലഘട്ടം. ഭക്തിയിൽ നിന്ന് യുക്തി പോയാൽ പിന്നെ അത് അന്ധമായി തീരുക, പിന്നെ അതിനകത്ത് ദൈവാംശമില്ല, പിന്നെ അവിടെ മനുഷ്യത്വമില്ല. ക്രിസോസ്റ്റം തിരുമേനിയെ കുറിച്ച് കാലം ചെയ്തപ്പോൾ എഴുതിയിട്ടുള്ള ആർട്ടിക്കിളുകളിൽ എല്ലാവരും, പ്രൊഫസർ തോമസ് മാത്യു സാറ് കൃത്യമായി എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, അദ്ദേഹത്തിന്റെ മനുഷ്യത്വമായിരുന്നു അദ്ദേഹത്തിന്റെ ആത്മീയത. അപ്പൊ എന്താണ് ഈ മനുഷ്യത്വം? ഞാൻ മനുഷ്യനായിരിക്കുന്നത് പോലെ അവനും മനുഷ്യനാണ്, അവൻ ദൈവത്തിന്റെ മുഖമാണ് എന്ന് കാണാൻ സാധിക്കും. നമുക്ക് പ്രസംഗിക്കുമ്പോൾ പറയും യേശു ക്രിസ്തു ദൈവത്തിന്റെ മനുഷ്യമുഖമാണ്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ മനുഷ്യമുഖങ്ങളാണ് ഈ ലോകത്തിൽ. വി ആർ ദി അംബാസഡേഴ്സ്. How far we are representing Christ today in our situations? അപ്പൊ അത് ഞാൻ പറയുമ്പോൾ എപ്പോഴും എനിക്ക് വെളിയിലുള്ളവരിലാണ് കുറ്റം കണ്ടത്. We seldom find fault within. അപ്പൊ അതിന്റെ കാരണം we are so much obsessed with our own self. അപ്പൊ യേശു പറഞ്ഞു, എന്റെ പിന്നാലെ വരണമെങ്കിൽ ഈ ഡിനൈ യുവർ സെൽഫ്. ഈ സെൽഫ് എന്ന് പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ആ ശൂന്യതയിലാണ് ദൈവം നിറയേണ്ടതെന്നും, എത്രമാത്രം ഒരാൾ ദൈവത്തിന് വേണ്ടിയും സഹോദരന് വേണ്ടിയും ശൂന്യമാക്കപ്പെടുന്നുവോ അത്രമാത്രമാണ് അവന്റെ ആത്മീയതയെന്നും അവനിലുള്ള ദൈവാംശമെന്നും കണ്ടെത്താനും ആ അറിഞ്ഞ സത്യം കൃത്യമായി നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പെനിട്രേറ്റ് ചെയ്തെടുക്കാനും സാധിച്ചെങ്കിൽ മാത്രം. അല്ലെങ്കിൽ ഇവിടെ വിൽസൺ സൂചിപ്പിച്ചതുപോലെ ഒരു കാപട്യത്തിന്റെ ആത്മീയത കൊണ്ട് നമ്മൾ നടക്കുകയും നമുക്ക് രക്ഷയിൽ നിന്ന് അകന്ന് പോവുകയും യേശു ക്രിസ്തുവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ആത്മീയത യേശു ക്രിസ്തുവിന്റെ പേരിൽ പറഞ്ഞ് നമുക്ക് ജീവിക്കുകയും ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നമ്മുടെ KC ഏബ്രഹാം അച്ഛൻ എത്രയോ നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഒരു വാക്ക്, നമുക്കിന്ന് വേണ്ടുന്നത് ഈ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസമല്ല, യേശു ക്രിസ്തുവിന്റെ വിശ്വാസം നോക്കുക. നോട്ട് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് ബട്ട് ഫെയ്ത്ത് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. അതായിരിക്കണം ഈ സത്യാനന്തര കാലത്തിൽ നമ്മുടെ യഥാർത്ഥ ആത്മീയതയുടെ അടിസ്ഥാനമായി വരുന്നത്. യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്തെ കുറിച്ച് നമ്മൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്, വിശാചുക്കളും ദൈവപുത്രൻ എന്ന് പറയുന്നു. അപ്പൊ യേശു ക്രിസ്തുവിനെ ദൈവപുത്രൻ എന്ന് പറയുന്ന ഉള്ള ഒരു ചിന്ത മാത്രമല്ല, യേശു ക്രിസ്തുവിന്റെ വിശ്വാസം, യേശു ക്രിസ്തുവിന്റെ റീപ്രസന്റേഷനാണ്
നമ്മൾ എല്ലാവരും എങ്കിൽ യേശു ക്രിസ്തു എന്താണോ ഈ ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ സാഹചര്യത്തിൽ യേശു ആയിരുന്നെങ്കിൽ എന്ത് ചെയ്തോ അതല്ലാതെ ഒരു ക്രൈസ്തവനെ ചെയ്യാൻ ഒന്നുമില്ല എന്നുള്ള ബോധ്യമായിരിക്കണം നമ്മുടെ ആത്മീയതയുടെ അടിത്തറയായിട്ട് വരുന്നത്. അപ്പോൾ പിന്നെ നമ്മളെ കുറിച്ച് അധികം ചിന്തിക്കുന്നു. അല്ലെങ്കിൽ വി ബിക്കം മോർ ആൻഡ് മോർ ഒബ്സസ്ഡ് വിത്ത് അവർ ഓൺ സെൽഫ് ആൻഡ് വി ക്രിയേറ്റ് എ സ്പിരിച്വാലിറ്റി. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് അനുകൂലമായി ദൈവം എപ്പോഴും നിൽക്കും. അപ്പൊ ദൈവത്തെ ഉപയോഗിക്കുന്ന ഒരു ആത്മീയതയിൽ ദൈവത്തിന് എപ്പോഴും ഉപയോഗിക്കപ്പെടാവുന്ന ഒരു ക്രമത്തിലേക്ക് നമ്മൾ, ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യങ്ങളും ഒരു പുതിയ കാര്യങ്ങൾ, എന്നാൽ പലപ്പോഴും നമ്മുടെ അനുദിന ജീവിതത്തിൽ യാഥാർത്ഥ്യമാകാൻ ആക്കപ്പെടാൻ സാധിക്കാതെ വരുന്ന ഒരു സ്ഥിതി നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയാനായിട്ട് സാധിക്കും. അപ്പോ ഈ നല്ല ശമരിയാക്കാരന്റെ യേശുവിന്റെ ഉപമയിൽ ഇത് അവരൻ അന്യനല്ല എന്ന്, അവൻ ഞാൻ തന്നെയും എന്റെ അസ്തിത്വത്തിന്റെ അംശമാണെന്ന് കണ്ടെത്തുമ്പോൾ പിന്നെ there is no other, there is only brother. ഈ ആത്മീയതയാണ് യേശു ക്രിസ്തുവിൽ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു തന്റെ പരസ്യ ശുശ്രൂഷ തുടങ്ങിയപ്പോൾ ശിഷ്യന്മാരെ വിളിക്കുന്നു, ശുശ്രൂഷ അവസാനിക്കുമ്പോൾ ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്നല്ല, നിങ്ങൾ എന്റെ സഹോദരങ്ങളാണ് എന്ന് പറയുന്നു. യു ആർ നോ മോർ servants, but you are brothers and sisters. ഈ ഒരു ഉയർച്ച നമ്മുടെ ചിന്താഗതികളിൽ ഉണ്ടാകുന്നതിന് നമ്മുടെ ഈ പഠനങ്ങൾ മുഖാന്തരമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ 200ാമത് വെബിനാർ നമ്മുടെ ഈ മാർത്തോമാ സഭയുടെ ചരിത്രത്തിൽ ഈ ഒരു കോവിഡുമായി ബന്ധപ്പെട്ടാണ് ഇതൊക്കെ ആരംഭിച്ചതെങ്കിലും കോവിഡ് എന്നുള്ള മഹാമാരിയിലെ ഒരു അനുഗ്രഹമായി നമുക്ക് ഇതിനെ കണ്ട് ഈ ഇങ്ങനെയുള്ള കൂടിവരവുകൾ ലോകത്ത് എവിടെ ഇരിക്കുന്ന ആളുകൾക്കും സാധ്യമായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ സഭയ്ക്ക് ഇന്ന് ഏറ്റവും ആവശ്യമായിരിക്കുന്നു ഈ യേശു ക്രിസ്തുവിന്റെ വിശ്വാസവും യേശു ക്രിസ്തുവിനെ യഥാർത്ഥത്തിൽ റീപ്രസെന്റ് ചെയ്യാൻ ക്രൈസ്റ്റിന് ഉപയോഗിക്കപ്പെടത്തക്കോണം അവന്റെ കരങ്ങളിൽ ചൂടുകളാണ്. ഇതൊക്കെ എത്രയോ ലളിതമായിട്ട് ആണ് ഉള്ള നമ്മുടെ ഇപ്പൊ മദർ തെരേസ പറയുന്ന ഒരു ചെറിയ കാര്യം ഉണ്ടല്ലോ, I am only a pencil in the hands of God. Permit God to write our life. യേശു നമ്മുടെ ജീവിതം എഴുതുവാൻ നമ്മൾ അനുവദിക്കണം. നമ്മൾ ഇന്ന് നമ്മുടെ ജീവിതം എഴുതി യേശു ക്രിസ്തുവിനെ കൊണ്ട് ഒപ്പിടിക്കുകയല്ല, നമ്മുടെ ജീവിതം അവൻ ഡിഫൈൻ ചെയ്യാൻ. പെർമിറ്റ് ജീസസ് ടു എഡിറ്റ് അവർ ലൈഫ്. യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തെ എഡിറ്റ് ചെയ്യാൻ അനുവദിക്കുന്നതാണ് നമ്മുടെ ആത്മീയതയ്ക്ക് ഒരു ക്രമമായിട്ട് പറയേണ്ടത്. അപ്പോ ഞാൻ എൻ്റെ പുസ്തകം എഡിറ്റ് ചെയ്താൽ ഒരിക്കലും ഒരു തെറ്റ് ചെയ്യാറുള്ളൂ. ഞാൻ എൻ്റെ കണക്ക് പുസ്തകം അതുപോലെ പരീക്ഷയുടെ പേപ്പർ നോക്കിയാൽ ഞാൻ എഴുതിയതെല്ലാം ശരിയാണ്. എന്നാൽ ഞാൻ എഴുതിയ പരീക്ഷാ പേപ്പർ കണക്കറിയാവുന്ന എൻ്റെ സാറ് നോക്കുമ്പോഴാണ് എവിടെയാണ് തെറ്റെന്ന് സാധിക്കും. സത്യത്തിൽ കൺഫെഷൻസ് വേണ്ട രീതിയിൽ നമ്മുടെ ആത്മീയതയിൽ പലപ്പോഴും ഉണ്ടാകുന്നു. നമ്മൾ കുറച്ച് കൺഫ്രണ്ട് ചെയ്യുമായിരിക്കും എന്നാൽ നമ്മുടെ കൺഫെഷണൽ പ്രയറിൽ ഒരു റിയൽ കൺഫെഷൻ നടക്കുന്നതും നമ്മുടെ ആത്മീയതയുടെ ഭാഗമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഈ സത്യാനന്തര കാലത്ത് നമ്മുടെ ആത്മീയതയുടെ സത്യമായ ഒരു അന്വേഷണം നടത്തി സത്യാനന്തര ലോകത്തിന്റെ അപകടങ്ങളിൽ പെടാതെ യഥാർത്ഥ സത്യമായ വഴിയും സത്യവും ജീവനുമായ യേശു ക്രിസ്തുവിനുള്ള അടിസ്ഥാനം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ട് ഈ കാറ്റിനാൽ ഉലയുന്ന ഓട പോലെയാണ് വളരെ സോളിഡ് ഫൗണ്ടേഷനായ ക്രിസ്തുവിൽ നമ്മുടെ അടിസ്ഥാനം ഇടുമ്പോൾ യേശു പറഞ്ഞതുപോലെ തന്നെ ഞാൻ സത്യമാണെന്ന് പറഞ്ഞതുപോലെ നമ്മുടെ ഉണ്മയിൽ സത്യം നിലനിൽക്കാൻ നമ്മുടെ ഈ വെബിനാർ സഹായിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മുടെ തുടർന്നുള്ള നാടുകളിലെ പ്രവർത്തനങ്ങളെയും കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇതിന് അബദ്ധത്തിൽ എന്നെ ക്ഷണിച്ച വിൽസനോട് ഉള്ള സന്തോഷവും കേട്ടിരുന്ന നിങ്ങളെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയും കൂടി സത്യാനന്തര ലോകത്തിൽ ആത്മീയതയുടെ യഥാർത്ഥ അർത്ഥം കണ്ടെത്തി മാർത്തോമാ സഭയിലെ ദൈവമക്കൾ അല്ലാത്തവരും നമുക്ക് യേശു ക്രിസ്തുവിനെ റീപ്രസെന്റ് ചെയ്ത് നമ്മുടെ ആത്മീയതയുടെ ഔന്നത്യത്തിലേക്ക് നടന്നെടുക്കുവാൻ അത് അകത്തെ ക്രിസ്തു ആയിരിക്കും, പുറത്തെ ക്രിസ്തു അല്ല. അകത്തെ ക്രിസ്തു വേദനയുടെ കൂശിൽ കിടക്കുന്നവന്റെ, കരയുന്നവന്റെ, നെടുവീർപ്പിടുന്നവന്റെ, ഭക്ഷണമില്ലാത്തവന്റെ, അഭയാർത്ഥികളുടെ,
അയ്യോ ഈ ഇവരുടെ ദൈവം, അവരെ കാണാൻ കർത്താവെ ഞങ്ങളുടെ കണ്ണുകളെ കൂടുതൽ പ്രകാശമാക്കണമേ എന്ന് നമുക്ക് ആഗ്രഹിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കും. താങ്ക് യു തിരുമേനി. തിരുമേനിയുടെ പ്രസംഗം കേട്ട് ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ടറിയാം ഞാൻ ഒരു അബദ്ധത്തിൽ വിളിച്ചതല്ല എന്ന്. ഞാൻ നല്ല ആലോചന നടത്തി വിളിച്ചത് തന്നെയാണെന്ന് ഈ പ്രഭാഷണം കേട്ട് എല്ലാവരും വിശ്വസിക്കുന്നുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. നല്ല മനോഹരമായിട്ട് രണ്ട് വിഷയമാണ്. ഒന്ന് സത്യാനന്തര കാലം, രണ്ട് ആത്മീയത. രണ്ടിനെയും കൂടെ എത്ര ഭംഗിയായിട്ടാണ് സമന്വയിപ്പിച്ചത് എന്നുള്ളതിന് ഒരു സംശയമില്ല. നല്ല രീതിയിൽ തന്നെയുള്ളൊരു പ്രഭാഷണമായിരുന്നു. ഈ പ്രഭാഷണം വീണ്ടും കേൾക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിന്റെ വീഡിയോ ഞാൻ വീണ്ടും വീണ്ടും കേൾക്കും. ഈ പറഞ്ഞതില് ഞാൻ ആത്മീയതയുടെ വശത്തിലേക്ക് തിരുമേനി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യം അടിവരയിട്ട് പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിലൊന്ന്, അപരനെ ശത്രുവായിട്ട് കാണുന്ന നമ്മുടെ ആ കാഴ്ചയെ ഒന്ന് മാറ്റിയിട്ട് അപരനിൽ ദൈവത്തെ കാണുവാനായിട്ട് ഉള്ള ഒരു ശ്രമമാണ് നമുക്ക് വേണ്ടിയത്. അപരനിൽ, അതായത് യാക്കോബ് ഏശാവിനെ കണ്ടത് ദൈവത്തിനെ കണ്ടതുപോലെ കണ്ടെന്ന് പറഞ്ഞതിന്റെ അതുപോലെ തന്നെ അപരനിലെ നമ്മൾ ശത്രു എന്ന് കരുതുന്നവരിൽ പോലും ദൈവത്തെ കാണുവാനായിട്ട് നമ്മൾ ശ്രമിക്കണമെന്ന് പറഞ്ഞ എല്ലാ ചിന്തയും നല്ലതായിരുന്നു. അതെനിക്ക് ഒത്തിരി സ്വാധീനിക്കപ്പെട്ടു. അതുപോലെ തന്നെ ഭക്തി, യുക്തിയില്ലാത്ത ഭക്തി എന്നുള്ള ആ ഒരു പ്രയോഗം കറക്റ്റാണ്. ഈ കാലഘട്ടത്തില് ഒരു പക്ഷേ ഈ സത്യാനന്തര കാലഘട്ടത്തിലെ ആത്മീയത എന്ന് പറയുന്ന അത് തന്നെയാണ്. ഭയങ്കര ഭക്തിയാ, പക്ഷെ യുക്തിയില്ല. അതുകൊണ്ടാണ് അത് അന്ധഭക്തിയായിട്ട് മാറുന്നത്. നല്ലൊരു പോയിന്റായിട്ട് അതിനെ ഞാൻ കാണുന്നു. അതുപോലെ തന്നെ യേശുക്രിസ്തുവിനെ ഫോളോ ചെയ്യാതെ യേശുക്രിസ്തു ആകുവാനായിട്ട് നമ്മുടെ അകത്ത്, പുറത്ത് യേശുക്രിസ്തു അല്ല, അകത്ത് യേശുക്രിസ്തു ഉണ്ടാകണമെന്നുള്ള ആ ഒരു ചിന്തയും വളരെ നല്ലതായിരുന്നു. തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്രഭാഷണം നൽകിയതിന് പ്രത്യേകിച്ചുള്ള നന്ദി. നല്ലൊരു പ്രഭാഷണമാണ് ലഭിച്ചത്. എല്ലാവരുടെയും പേര് ഞാൻ നന്ദി പറയുന്നതിന് ഔദ്യോഗിക നന്ദി പുറകെ വരുന്നുണ്ട്. വളരെ നന്നായിരുന്നു. താങ്ക് യു വെരി മച്ച്. ഇനി അടുത്ത നമ്മുടെ വിഷയം, എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ച് നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിനെ സംബന്ധിച്ച് ആൾക്ക് കയറുവാൻ സാധിച്ചില്ല. എനിക്ക് നാട്ടിൽ നിന്ന് പല ആൾക്കാർ, നമ്മുടെ അഡ്മിന്മാരായ നമ്മുടെ ശാന്തി കൊച്ചമ്മ പോലും കയറാൻ ശ്രമിച്ചിട്ട് പറ്റുന്നില്ല എന്നുള്ള മെസ്സേജാണ് എനിക്ക് ലഭിച്ചത്. പലയിടത്തും ഇടിവെട്ടി മഴ പെയ്യുകയാണ്. അത് സാരമില്ല, അത് നമ്മളുടെ ഈ സാങ്കേതിക ടെക്നോളജിക്ക് ഇങ്ങനെയുള്ള ചില പരാജയങ്ങളൂടെ ഉണ്ടെന്നുകൂടെ നമ്മളെ ബോധ്യപ്പെടുത്തുവാൻ ഈ സംഭവം മനസ്സിലാക്കി ഉതുകി. ഇപ്പോഴേ അനൗൺസ്മെന്റിനായിട്ട് ലൈറ്റർ ടു ലൈറ്റർ മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിന്മാരിൽ ഒരാളായ VI ജേക്കബ് സാറിനെ ക്ഷണിച്ചുകൊടുന്നു. VI ജേക്കബ് സാർ വളരെ ആക്റ്റീവായിട്ട് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. തിരുവനന്തപുരം ശ്രീകാര്യം ബദേൽ ഇടവക അംഗമാണ്. സാർ ഇപ്പോൾ അറിയിപ്പുകൾ നൽകുന്നതായിരിക്കും. താങ്ക് യു വിൽസൺ. അഭിവന്യ തിരുമേനി, പ്രിയപ്പെട്ടവരെ, അടുത്ത വെബിനാറിനെ കുറിച്ചുള്ള അനൗൺസ്മെന്റ് ഞാൻ നടത്തിക്കൊള്ളട്ടെ. നമ്മുടെ അടുത്ത വെബിനാർ, അതായത് 201ാമത് ലൈവ് വെബിനാർ ആണല്ലോ. അടുത്ത വെബിനാർ പതിവ് പോലെ അടുത്ത ശനിയാഴ്ച, അതായത് 25-ാം തീയതി മെയ് 25-ന് സാധാരണ പോലെ 8:30 മണിക്ക് തന്നെ ഉണ്ടായിരിക്കുന്നതാണ്. അന്നത്തെ മുഖ്യ പ്രഭാഷണം നടത്തുന്നത് പ്രൊഫസർ കോശി മത്തായി ആണ്. അദ്ദേഹം മുൻ സഭാ കൗൺസിൽ അംഗവും മുൻ എപ്പിസ്കോപ്പൽ നോമിനേഷൻ ബോർഡ് അംഗവും ആയിരുന്നു. ഇപ്പോൾ അദ്ദേഹം വൈദിക സെലക്ഷൻ കമ്മിറ്റി അംഗമാണ്. അന്ന് അവതരിപ്പിക്കുന്ന വിഷയം ഹിസ്റ്റോറിക്കൽ റെട്രോസ്പെക്ഷൻ ഓഫ് Syrian Christian culture in Kerala. A historical retrospection of Syrian Christian culture in Kerala. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനി സംസ്കാരം ഒരു ചരിത്രാവലോകനം എന്നതായിരിക്കും. അടുത്ത വെബിനാറിലേക്കുള്ള ഐഡിയും പാസ്വേഡും ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയും പാസ്വേഡും ആയിരിക്കില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. നമ്മൾ പതിവായി ഉപയോഗിക്കാറുള്ള ഐഡിയും പാസ്വേഡും തന്നെ ആയിരിക്കും അന്ന് ഉപയോഗിക്കുന്നത്. അടുത്ത വെബിനാറിലേക്ക് നിങ്ങളെ ഏവരെയും വളരെ ആദരവോടെ ക്ഷണിച്ചു കൊള്ളട്ടെ. ഇത്രയുമാണ് അനൗൺസ്മെന്റ് ആയിട്ട് പറയാനുള്ളത്. താങ്ക് യു ജേക്കബ് സാറ്. നമ്മുടെ വിഷയത്തിൽ ഇനി നമ്മളെ ഇന്നൊരു ഓപ്പൺ ഫോറം എന്ന് ഉദ്ദേശിക്കുന്ന ഇന്ന്
പലരും എന്നോട് വ്യക്തിപരമായിട്ട് ഫോൺ ചെയ്ത് നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു, ഇന്നൊരു ചർച്ചയ്ക്കുപരിയായിട്ട് ആശംസാ പ്രസംഗങ്ങൾ നൽകുവാനായിട്ട് അനുവദിക്കണമെന്ന് പറഞ്ഞു. അതിന്റെ വെളിച്ചത്തിൽ നമ്മള് പലരോടും ഇങ്ങനെ താല്പര്യം പ്രകടിപ്പിച്ചവരോടും അല്ലാത്ത ചിലരെയൊക്കെ പ്രത്യേകിച്ച് ഞങ്ങള് പറഞ്ഞിട്ടുണ്ട്. ആശംസാ പ്രഭാഷണം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ 2 മിനിറ്റ് എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഫ്ലോറിലുള്ളവർക്കും അവസരം ഉണ്ടായിരിക്കും ആശംസാ സമയമുണ്ടെങ്കിൽ. സമയത്തിന്റെ രീതിയിലാണ് ആ തീരുമാനം വരുന്നത്. പിന്നെ ഇപ്പോഴേ നമ്മുടെ അതിനിടയ്ക്ക് നമ്മുടെ തിരുമേനി നമ്മളോട് അറിയിച്ചിട്ടുണ്ട്, നേരത്തെ തന്നെ പറഞ്ഞ കാര്യമാണ്, നല്ല തിരക്കിലായിരുന്നു, അതുകൊണ്ട് ഇപ്പം പിന്നെ വേദിയിൽ നിന്ന് പോവുകയാണെന്ന് അറിയിക്കുന്നു. നമ്മളുടെ എല്ലാവിധ നന്ദി ഇപ്പൊ ഞാൻ തിരുമേനിക്ക് അറിയിക്കുന്നു. ഇങ്ങനെ ഒരു നമ്മുടെ 200ാമത്തെ വെബിനാറിൽ എനിക്കുള്ള ഒരു സന്തോഷം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ 50ാമത്തെ വെബിനാറിലും 100ാമത്തെ വെബിനാറിലും 200ാമത്തെ വെബിനാറിലും അഭിമന്യ തിരുമേനി പങ്കെടുത്തു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ കൂടെ ഉള്ള ഒരു വ്യക്തി എന്നുള്ള ഒരു തോന്നൽ നമുക്ക് അല്ല, അങ്ങനെ ഒരു ഫാക്റ്റാണ്, അങ്ങനെയുള്ള ഒരാളാണ്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി ലൈറ്റഡ് ടു ലൈറ്റഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ പേരിൽ ഞാൻ നൽകുന്നു. താങ്ക് യു വെരി മച്ച്. പിന്നെ ഇപ്പോഴേ ഞാൻ ആദ്യമായിട്ട് ആശംസാ പ്രഭാഷണം നടത്താൻ രാജു അഞ്ചേരി അച്ഛനെയാണ് ക്ഷണിക്കുന്നത്. രാജു അഞ്ചേരി അച്ഛൻ ഇപ്പോൾ ആശംസാ പ്രഭാഷണം നടത്തുന്നതാണ്. അത് കഴിയുമ്പോൾ ഏബ്രഹാം ഗുരുവിളെ അച്ഛൻ ഇതിനകത്ത് പങ്കെടുക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് പക്ഷേ എന്തോ ഒരു അത്യാവശ്യ വിഷയം വന്നതുകൊണ്ട് തിരുവനന്തപുരത്ത് പോകേണ്ടി വന്നതുകൊണ്ട് പറ്റുകയില്ല. അതിനു പകരം ഒരു ഓഡിയോ ആശംസ അറിയിച്ചിട്ടുണ്ട്, അതിനുശേഷം അത് നൽകുന്നതായിരിക്കും. പ്രിയ വിൽസൺ, ഈ 200ാമത് വെബിനാറിൽ പങ്കെടുക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, ഉർവശി ശാപം ഉപകാരമായി എന്ന് നമ്മൾ പറയുന്നത് പോലെ കോവിഡിൻ്റെ കാലഘട്ടത്തിൽ നമുക്ക് ഒത്തുചേരുവാനുള്ള ഒരു പ്ലാറ്റ്ഫോം വിൽസൺ ഒരുക്കി എന്നുള്ളതാണ് നമ്മെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഈ 4 വർഷമായിട്ട് 200ാമത് വെബിനാർ വരെ മുടക്കം കൂടാതെ കൊണ്ടുപോകുന്നതിനുള്ള എല്ലാ ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും ക്രമീകരണങ്ങളും വിൽസന്റെ ഭാഗത്തു നിന്നുണ്ടായതിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. ഈ ഗ്രൂപ്പ് ആരംഭിച്ചപ്പോൾ ഈ വെബിനാറിന് മുമ്പായിട്ട് തന്നെ ലൈറ്റഡ് ടു ലൈറ്റഡ് ഗ്രൂപ്പിൽ നമ്മൾ ചില ആശയങ്ങളൊക്കെ പരസ്പരം പങ്കുവയ്ക്കുകയും അത് തുടർന്ന് ചർച്ച ചെയ്യുകയും ചെയ്തു. ഒന്ന് ദളിത് ഇഷ്യൂസ് ആയിരുന്നു. ക്രിസ്ത്യ സഭയ്ക്കുള്ളിൽ തന്നെ വിവേചനങ്ങൾ നിലനിൽക്കുന്നു എന്നുള്ള ദുഃഖകരമായ സത്യം നമ്മൾ അംഗീകരിക്കുകയും അത് ഇല്ലാതാക്കേണ്ട ചുമതല നമുക്കുണ്ടെന്ന് നമ്മെ തന്നെ ബോധ്യപ്പെടുത്തുകയും ചെയ്യാനുള്ള ശ്രമമായിരുന്നു. ആ വേർതിരിവുകളൊക്കെ ലോകത്തിൽ ഇന്നും നിലനിൽക്കുന്നു, സഭകൾക്കുള്ളിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ദുഃഖകരമായ ഒരു സത്യമാണ്. എന്നാൽ അതില്ലായ്മ ചെയ്യുവാനും ക്രിസ്തുവിൽ എല്ലാവരും ഒന്നാണെന്നുള്ള നമ്മുടെ വിശ്വാസ പ്രഖ്യാപനത്തെ നമ്മൾ അർത്ഥപൂർണമാക്കുവാനും നമുക്ക് കഴിയും. 2, ഇക്വാളിറ്റി ഓഫ് ഹ്യൂമൻ ബീങ്സ്, എല്ലാ മനുഷ്യരും തുല്യരാണെന്നുള്ള, സ്ത്രീയും പുരുഷനും തുല്യരാണെന്ന നമ്മളുടെ ശക്തീകരണമാണ്. അതുകൊണ്ടാണ് ക്രിസ്തീയ ശുശ്രൂഷകളിൽ സ്ത്രീകൾക്ക് അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കണം എന്ന് നാം ആവശ്യപ്പെട്ടതും അതിനെ നമ്മുടെ മുഖ്യമായിട്ടുള്ള അജണ്ടയിൽ ഒന്നാക്കി മാറ്റിയത്. വിശുദ്ധ കുർബാനയിലെ സ്ത്രീകളെ ശുശ്രൂഷ ചെയ്യുന്ന തക്കവണ്ണം അവരെ ഒരുക്കുവാനും അതിന് പ്രചോദനം നൽകുവാനും ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങളെ സഹായിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ആധ്യാത്മികതയെ സംബന്ധിച്ചുള്ള വികലമായ കാഴ്ചപ്പാടുകളും ഉപരിപ്ലവമായ ആശയങ്ങളും നമ്മുടെ സമൂഹത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, സത്യാനന്തര കാലഘട്ടം എന്നോ ഒക്കെ പറയാവുന്ന ഈ കാലഘട്ടത്തിൽ യഥാർത്ഥ സ്പിരിച്വാലിറ്റി എന്താണ്, ആധ്യാത്മികത എന്താണ്, സഹോദരനോടുള്ള ബന്ധം എന്താണ്, ഉത്തരവാദിത്വം എന്താണ്, കടമ എന്താണ് എന്നുള്ളൊരു അന്വേഷണവും നമ്മൾ നടത്തും. ഈ വിധത്തിലെ ഈ 200 വെബിനാറുകൾ നയിക്കുവാൻ തക്കവണ്ണം സർവശക്തനായ ദൈവം നമ്മെ സഹായിച്ചു.
ഏകദേശം 95-96% മീറ്റിങ്ങുകളിലും ഞാൻ പങ്കാളിയായിരുന്നു. ചിലപ്പോൾ യാത്ര മൂലവും രോഗം മൂലവും സാധിക്കാത്ത സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തുടർന്നും ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഇതിൻ്റെ നേതൃത്വം നൽകുന്ന വിൽസന് എല്ലാവിധ ആശംസകളും അറിയിക്കുകയും ഇതിൻ്റെ കൂട്ടത്തിലെ കോർഡിനേറ്റർ പ്രവർത്തിക്കുന്ന എല്ലാ ആളുകളോടും നന്ദി അറിയിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു അച്ഛൻ. രാജുവഞ്ചേരി അച്ഛന് നമ്മുടെ ആദ്യ വെബിനാർ തൊട്ട് നമ്മുടെ ഒരു കൂടെയുള്ള ആളാണ്. അത് ഞാൻ ആദ്യമേ എടുത്ത് പറയേണ്ടതായിരുന്നു, ഞാൻ വിട്ടുപോയി, ക്ഷമിക്കണം. അച്ഛനാണ് എനിക്ക് തോന്നുന്നത് ഒരു പക്ഷേല് നമ്മുടെ പട്ടക്കാരിലെ നമ്മുടെ വെബിനാറിൽ ഏറ്റവും കൂടുതൽ പങ്കെടുത്ത വ്യക്തി അച്ഛനായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അച്ഛൻ തന്നെയാണ്. അച്ഛനോടുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇപ്പോഴേ എബ്രഹാം കുരുവിള അച്ഛന്റെ ഓഡിയോ കേൾക്കാം. അത് കഴിഞ്ഞിട്ട് ശാന്ത ജോർജ് കൊച്ചമ്മ അത് കഴിഞ്ഞ് സംസാരിക്കുന്നത്. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറം അതിൻ്റെ 200ാമത് വെബിനാർ ഇന്ന് നടത്തുന്നു എന്നറിഞ്ഞ് സന്തോഷിക്കുകയും അഡ്മിന്മാരെയും ഗ്രൂപ്പ് അംഗങ്ങളെയും ഹൃദയപൂർവ്വം അനുമോദിക്കുകയും ചെയ്യുന്നു. 19ാം നൂറ്റാണ്ടിൽ നടന്ന നവീകരണത്തിൻ്റെ അന്നത്തെ പ്രകാശന രൂപങ്ങളെ ശാശ്വതവൽക്കരിക്കുന്നത് നവീകരണത്തിൻ്റെ ആത്മാവിനോട് കാട്ടുന്ന അവിശ്വസതയായിരിക്കും. അതുപോലെ തന്നെ മധ്യപൗരസ്ത്യ ദേശങ്ങളിൽ നിന്നും ഇവിടെ അവതരിപ്പിക്കപ്പെട്ട പൗരസ്ത്യതയുടെ രൂപങ്ങളെ ശാശ്വതവൽക്കരിക്കുവാനുള്ള ഉദ്യമങ്ങൾ പൗരസ്ത്യതയുടെ ആത്മാവിനോട് കാട്ടുന്ന അവിശ്വസ്തയും ആയിരിക്കും. പൗരസ്ത്യതയുടെയും നവീകരണത്തിൻ്റെയും 21ാം നൂറ്റാണ്ടിലേക്ക് പ്രസക്തമായ ഭാഷ്യങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ ലൈറ്റ് ടു ലൈറ്റൻ സ്റ്റഡി ഫോറത്തിന് ശക്തമായ സംഭാവനകൾ നൽകുവാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അടുത്തത് ശാന്ത ജോർജ് കൊച്ചമ്മയാണ്. കൊച്ചമ്മയും നമ്മളോട് വളരെ സഹകരിച്ചിരിക്കുന്ന വ്യക്തിയാണ്. 2 വെബിനാറിൽ നമുക്ക് പ്രഭാഷണം നടത്തി നമ്മളെ സഹായിച്ച ആളാണ്. കൊച്ചമ്മയെ ക്ഷണിച്ചോളൂ. ഇന്നത്തെ മീറ്റിംഗിന്റെ മോഡറേറ്ററായി സേവനമനുഷ്ഠിച്ച പ്രിയ വിൽസൺ, ഈ കൂടിവരവിൽ സംബന്ധിക്കുന്ന ബഹുമാനരായ വൈദികർ, മറ്റെല്ലാ പ്രധാനപ്പെട്ട വ്യക്തികൾ, ഏവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. ലൈറ്റ് ടു ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരവും അഭിനന്ദനാർഹവുമായിട്ടുള്ള ഒരു ചരിത്ര മുഹൂർത്തത്തിലാണ് നാം കൂടിയിരിക്കുന്നത്. കഴിഞ്ഞ 200 ആഴ്ചകളിലായി ഒരു മുടക്കവും കൂടാതെ നടന്നു വരുന്ന ഈ കൂട്ടായ്മ ഗിന്നസ് ബുക്കിലെ ഇടം പിടിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. 2019 കോവിഡ് കാലത്തെ ആരംഭിച്ചതായിട്ടുള്ള ഈ സ്റ്റഡി ഫോറത്തിന്റെ പിന്നിൽ ഒത്തിരി പേരുടെ അധ്വാനമുണ്ട്. ആവർത്തന വിരസത ഒട്ടും തന്നെ ഇല്ലാതെ കഴിഞ്ഞ 199 വെബിനാറുകൾ വ്യത്യസ്തങ്ങളായ വിഷയങ്ങളാണ് അവതരിക്കപ്പെട്ടത്. സാമൂഹ്യ പരിവർത്തനത്തിന് ഉതകുന്നതായിട്ടുള്ള വിഷയങ്ങൾ, കാലോചിതമായി സഭയിൽ ഉണ്ടാകേണ്ട നവീകരണത്തിന്റെ ആവശ്യകത, പാരിസ്ഥിതിക വിഷയങ്ങൾ, വിദ്യാഭ്യാസ മേഖലകളിൽ ഉണ്ടാകേണ്ട മാറ്റങ്ങൾ, സഭാ ഭരണഘടന പരിഷ്കരിക്കേണ്ടതിന്റെ ആവശ്യകത, സമൂഹത്തിലും സഭയിലും പാർശ്വവൽക്കരിക്കപ്പെട്ട സ്ത്രീകൾ, ട്രാൻസ്ജെൻഡേഴ്സ്, ദളിതർ എന്നീ വിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നതിനായുള്ള ബോധവൽക്കരണം, ശാസ്ത്ര വിഷയങ്ങൾ, വ്യക്തിത്വ വികസനത്തിന് ആവശ്യമായ മാർഗരേഖകൾ എന്നിങ്ങനെ വൈവിധ്യമാർന്ന വിഷയങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും തക്കതായ നേതാക്കളെ കണ്ടുപിടിക്കുന്നതിനും ഈ ലൈറ്റൻ മാർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ അഡ്മിൻസ് പരിശ്രമിച്ചു എന്നുള്ളത് പ്രത്യേകം അവരെ അഭിനന്ദിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ ഒരു വെബിനാറിന്റെ ആശയം മുന്നോട്ട് വെച്ചത് ബഹുമാനപ്പെട്ട കെ ശലോമൻ അച്ഛനാണെന്ന് പലപ്പോഴും നാം കേട്ടിട്ടുണ്ടല്ലോ. ഇതിന്റെ അഡ്മിൻസായി പ്രവർത്തിക്കുന്നവര് അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ്, ശ്രീമതി ശാന്തി മത്തായി, ശ്രീ ബെന്നി തോമസ്, ബിജു പി ജോർജ്, VI ജേക്കബ് എന്നിവരെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ്, പ്രിയ വിൽസന്റെ കൈകളിലാണ് ഇതിന്റെ ചുക്കാൻ. ശ്രീ വിൽസനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവുകയില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. തിരശീലയ്ക്ക് പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന അനേകരുണ്ട്. അവരെയും ഞാൻ ഈ സമയത്ത് ഓർക്കുന്നു. പ്രത്യേകമായി ഈ സമയത്ത് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് അകാലത്തിൽ നമ്മളോട് വിട പറഞ്ഞതായിട്ടുള്ള ശ്രീ എബ്രഹാം വർഗീസ്.
തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു സംരംഭമാണിത്. അദ്ദേഹത്തിന്റെ സ്മരണയും ഈ സമയത്ത് ഞാൻ പങ്കുവയ്ക്കുന്നു. ഏത് പരിപാടിയുടെയും വിജയം അതിൽ സംബന്ധിക്കുന്നവരുടെ കൈകളിലാണല്ലോ. ഇവിടെ വിൽസൺ സൂചിപ്പിച്ചതുപോലെ ഒരു മടുപ്പും കൂടാതെ എന്നാൽ ഊർജ്ജസ്വലതയോടെ എല്ലാ ആഴ്ചകളിലും ഈ കൂട്ടായ്മയിൽ ഭാഗഭാക്കായവരുണ്ട്. ചർച്ചകൾ സജീവമായി പങ്കെടുത്തവരുണ്ട്. എല്ലാവരും വളരെ പ്രധാനപ്പെട്ടവർ തന്നെയാണ്. എല്ലാവരുടെയും സഹകരണത്തിന് ഞാൻ പ്രത്യേകം ഈ സമയത്ത് സഹകരണത്തിന് എല്ലാവരെയും ഞാൻ ഈ സമയത്ത് അഭിനന്ദിക്കുന്നു. തുടർന്നും സമൂഹത്തിലും സഭയിലും ആരോഗ്യകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിന് ലൈറ്റ് ടു ലൈറ്റ് സ്റ്റഡി ഫോറത്തിലൂടെ ഇടയാകട്ടെ എന്ന ആശംസയോട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. അടുത്തതായിട്ട് താങ്ക് യു കൊച്ചമ്മ. കൊച്ചമ്മ പറഞ്ഞ ഒരു പോയിന്റ് ഞാൻ ശരിക്കും പറഞ്ഞാൽ തുടക്കത്തിൽ തന്നെ പറയേണ്ട ഒരു പോയിന്റ് ആയിരുന്നു. നമ്മുടെ എബ്രഹാം ടി വർഗീസ് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെയ്ത സേവനമേ അത് വിട്ടുപോയതിൽ ക്ഷമിക്കണം. കൊച്ചമ്മ ഓർപ്പിച്ചതിന് നന്ദിയുണ്ട്. എബ്രഹാം ടി വർഗീസിന്റെ വളരെ ശക്തമായ സപ്പോർട്ട് നമുക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ഒക്ടോബർ 2 അദ്ദേഹം ഈ ലോകം വിട്ടു പോകുന്നിടം വരെ അദ്ദേഹം നിരന്തരമായിട്ട് ഈ പ്രസ്ഥാനത്തിന് ഈ വെബിനാറിന് വേണ്ടി വളരെ അധ്വാനിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തിനെ ഇത്തവണ ലൈറ്റ് ടു ലൈറ്റ് ഈ സമയത്ത് സ്മരിക്കുന്നു. ഇനിമേ അടുത്തതായിട്ട് സംസാരിക്കാനായിട്ട് ഉമ്മൻ വി ഇറക്കി അച്ഛനെ ക്ഷണിച്ചുകൊള്ളുന്നു. അച്ഛന് നമുക്ക് പ്രഭാഷണം വെബിനാറിൽ നടത്തി സഹായിച്ച ആളാണ്. അച്ഛനെ ഇപ്പോൾ ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. ഇന്നത്തെ ഈ വെബിനാറിൽ സംബന്ധിക്കാനായിട്ടൊരു സന്ദർഭം ലഭിച്ചുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു. ലൈറ്റ് ടു ലൈറ്റിൻ്റെ വെബിനാറുകളിലൊക്കെ എനിക്ക് സമയം കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ സംബന്ധിക്കാറുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാൻ കഴിഞ്ഞ 2 വർഷമായിട്ട് ആനിമേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ചുമതല ഉണ്ടായിരുന്നുകൊണ്ട് അത് റെഗുലറായിട്ട് വരാനായിട്ടൊക്കെ സാധിക്കാതെ വന്നിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഒരു ആശയതലത്തിൽ നമ്മുടെ ഒരു പ്രത്യേകിച്ച് നമുക്കറിയാം, നമ്മളിന്ന് ജീവിക്കുന്ന ഒരു ലോക സാഹചര്യം എന്ന് പറയുന്നത് പല സങ്കീർണതകൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിന് മുമ്പിലാണ് നിൽക്കുന്നത്. ആ സങ്കീർണതകൾക്കകത്ത് നമുക്കൊരു സെൻസ് ഓഫ് ഡയറക്ഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഒരു സെൻസ് ഓഫ് ഡയറക്ഷൻ ലഭിക്കുന്നത് നമ്മുടെ ഒരു തിങ്കിങ് പാറ്റേണിനകത്ത് തന്നെ നമുക്ക് കിട്ടുന്ന ന്യൂ പെർസ്പെക്റ്റീവിലൂടെയാണ്. അപ്പോൾ ആ പെർസ്പെക്റ്റീവ് ബിൽഡിംഗ് അപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു സങ്കീർണതയ്ക്കകത്ത് നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് എന്താണ്, നമ്മൾ ഏതൊരു വശത്ത് നിന്നുകൊണ്ടാണ് കാര്യങ്ങളെ കാണേണ്ടത്, ചിന്തിക്കേണ്ടത് എന്നൊക്കെയുള്ള ഒരു തോട്ട് പാറ്റേൺ രൂപപ്പെടാനായിട്ട് സാധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് ഈ ലൈറ്റ് ടു ലൈറ്റിൻ്റെ പ്രോഗ്രാമിലൂടെ എൻ്റെ ഒരു വിചാരം അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് ബിൽഡിംഗ് അപ്പ് പ്രോഗ്രാം എന്ന് വേണമെങ്കിൽ അതിനെ പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഈ ആശയങ്ങൾ ഒത്തിരി വരുന്നുണ്ട്. ആശയങ്ങളുടെ ഒരു ബഹിർഗമനത്തിനകത്ത് രൂപപ്പെടേണ്ട ഒരു പുതിയതിനെക്കുറിച്ചുള്ള ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു ഫോറം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. ആ ഫോറം എന്ന് പറയുന്നത് നമുക്ക് തന്നെ പരസ്പരം ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്യാനും അതിലൂടെ ആശയങ്ങളെ രൂപപ്പെടുത്താനും ഒക്കെയുള്ളൊരു സാഹചര്യം എന്നുള്ളതാണ്. ഇപ്പോൾ പോസ്റ്റ് ട്രൂത്ത് ഏജിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഗ്ലോബലൈസേഷൻ്റെ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുന്നു. അതുപോലെ തന്നെ പല വിധത്തിലുള്ള ഘടനാപരമായ വൈകല്യങ്ങളുടെയൊക്കെ മുമ്പിൽ മനുഷ്യൻ നിൽക്കുന്നു. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു ന്യൂ പെർസ്പെക്റ്റീവ്, ഒരു പുതിയ ഒരു ബോധ്യങ്ങളെ നിർമ്മിക്കാനായിട്ട് നമുക്ക് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടാണ്. അതുകൊണ്ട് വളരെ വൈവിധ്യതയുള്ള ഒത്തിരി സബ്ജക്റ്റ്, കഴിഞ്ഞ 200 സെഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 200 വിഷയങ്ങളാണ് നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുത്തത്. അത് ഒരു പ്രഭാഷണമല്ല, പല ആശയങ്ങളെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചത്. അതുകൊണ്ട് ഈ അമർത്യ സെന്നിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ തന്നെ ആർഗ്യുമെൻറ്റേറ്റീവ് ഇന്ത്യ എന്നുള്ളതാണ്. അപ്പോൾ ഇന്ത്യ എന്ന ആശയം തന്നെ പല ആർഗ്യുമെൻറ്റുകളാണ്. നമുക്കറിയാം പല സംസ്ഥാനങ്ങൾ, പല ഭാഷ, പല വൈവിധ്യം. അപ്പോൾ അങ്ങനെ വ്യത്യസ്തതയുടെ നടുവിൽ നമുക്ക് പല ഡിബേറ്റിലൂടെയും ആർഗ്യുമെൻറ്റിലൂടെയും നമുക്ക് എങ്ങനെയാണ് കുറച്ചുകൂടി ഒരു മീനിങ് ഫുള്ളായിട്ടുള്ളൊരു
ഒരു ജീവിതത്തെ തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു വലിയ ഒരു തലം ലൈറ്റ് ടു ലൈറ്റൻ ഈ വെബിനാറിലൂടെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് മുന്നോട്ട് പോകണം. കാരണം നമ്മളെ കുറേ പേരൊക്കെ ഇങ്ങനെ പറയുകയും സംസാരിക്കുകയും ചെയ്തെങ്കിൽ നമ്മുടെ ഈ ലോകത്തെ നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പം അതിനകത്ത് വിൽസൻ്റെ ഒരു വലിയ പരിശ്രമം ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ വിൽസനോട് ചേർന്ന് നിൽക്കുന്ന ടീമിൻ്റെ വലിയൊരു പരിശ്രമമുണ്ട്. ഈ അധ്വാനം നമുക്ക് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ലോകത്തെ നിർമ്മിച്ചെടുക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഈ തോമസ് പിക്കറ്റി എന്ന് പറയുന്നൊരു എക്കണോമിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ക്യാപിറ്റൽ ഇൻ ദി 21st സെഞ്ച്വറി എന്ന പുസ്തകം. അതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തെങ്കിലും ഒരു യൂസ്ഫുൾ ഉട്ടോപ്പിയ നമുക്ക് മനസ്സിലെപ്പോഴും ഉണ്ടാകണം. ഒരു മെച്ചപ്പെട്ട ലോകത്തെ നമ്മൾ സ്വപ്നം കാണുകയും രൂപപ്പെടുത്തുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിനുള്ളിൽ നമുക്കൊരു കളക്റ്റീവ് ഡ്രീംസ് ആവശ്യമാണ്, യൂസ്ഫുൾ ഉട്ടോപ്പിയ ആവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ലൈറ്റ് ടു ലൈറ്റിൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്ന ആ കളക്റ്റീവ് ഡ്രീംസിനെ ഡെവലപ്പ് ചെയ്യാനും അതിൽ നമുക്ക് ചേർന്ന് നിന്നൊരു നെറ്റ്വർക്കായിട്ട് മുന്നോട്ട് പോകാനും സാധിച്ചു എന്നുള്ളതാണ്. ഇന്ന് തന്നെ ഞാൻ കണ്ടത് 117 പേര് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. അത് വലിയൊരു ബിൽഡിംഗ് അപ്പ് ഓഫ് എ ന്യൂ നെറ്റ്വർക്ക് എന്നുള്ളതാണ്. ആ നെറ്റ്വർക്കാണ് ഇന്നത്തെ ലോകത്തിനെ കുറച്ചുകൂടെ മെച്ചപ്പെട്ട ലോകമാക്കി മാറ്റാൻ സാധിക്കുന്നത്. ആ രീതിയിൽ ഈ ലൈറ്റ് ടു ലൈറ്റ് മുന്നോട്ട് പോകാൻ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. താങ്ക് യു അച്ഛൻ. ഉമ്മൻ വി ജോർജ് അച്ഛനും ഇതുപോലെ മിക്കവാറും മീറ്റിങ്ങുകളിൽ അച്ഛൻ ഫ്രീ അവൈലബിൾ ആയിരിക്കുന്ന സമയങ്ങളിലെല്ലാം പങ്കെടുത്ത് ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത് നമ്മളെ സഹായിക്കുന്ന വ്യക്തിയാണ്. പ്രത്യേക നന്ദിയുണ്ട്. അച്ഛൻ പറഞ്ഞതുപോലെ ഇത് ഒരു ടീം വർക്കാണ്. എൻ്റെ മാത്രം നേട്ടമല്ല, എന്നെ സഹായിക്കാനായിട്ട് ഒരു അഡ്മിൻ പാനലുണ്ട്. അത് കൂടാതെ ഈ പാനലിന് പുറത്തുള്ള നേരത്തെ ശാന്ത ജോർജ് കൊച്ചമ്മ പറഞ്ഞ പോലെ സോളമൻ അച്ഛൻ്റെ ഒരു ഡോക്ടർ കെ ശലോമോൻ അച്ഛൻ്റെ ഒരു കോൺട്രിബ്യൂഷനും നിർദ്ദേശം കൊണ്ടാണ് ഇത് ആരംഭിച്ചത്. അതൊരു വലിയ കാര്യമാണ്. ഇന്നും നമ്മുടെ കാര്യത്തിൽ ശലോമോൻ അച്ഛൻ വളരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ ഈ ടോപ്പിക്കൊക്കെ അതിനൊരു ടൈറ്റിൽ നല്ല ഭംഗിയോടുകൂടി അവതരിപ്പിക്കാനായിട്ടുള്ള ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ശലോമോൻ അച്ഛനാണ്. അച്ഛനെയും ഈ തവണ ഇപ്പോൾ സ്മരിക്കുന്നു, കൂടെ പ്രവർത്തിക്കുന്ന ടീം അംഗങ്ങളെ സ്മരിക്കുന്നു. അടുത്തത് ജോർജ് ജോനാൻ സാർ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സഭാ സെക്രട്ടറി ഉണ്ട്, ബി.ടി. മാമൻ അച്ഛനും 2 വാക്ക് പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴേ ജോർജ് ജോനാൻ സാറാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. എല്ലാവർക്കും സ്നേഹവന്ദനം. കഴിഞ്ഞ 3 വർഷമായി പതിവായി ലൈറ്റ് ടു ലൈറ്റൺ സൂം മീറ്റിംഗിൽ എല്ലാ ശനിയാഴ്ചയും ഞാൻ സംബന്ധിക്കുന്നുണ്ട്. ഇത് ഒരു നല്ല സ്റ്റഡി ഫോറമാണ്. പഠിച്ചു വളരുവാൻ ആഗ്രഹമുള്ള മാർത്തോമാക്കാർക്ക് ഈ ഫ്ലോറിൽ അതിന് അവസരമുണ്ട്. വ്യത്യസ്തമായ വേദപുസ്തക വിഷയങ്ങൾ, സഭാചരിത്ര വഴികൾ, സമൂഹത്തെയും രാഷ്ട്രത്തെയും സംബന്ധിക്കുന്ന വിഷയങ്ങൾ, പലരുടെ ജീവിതാനുഭവങ്ങൾ പഠിക്കുന്നതിൽ കൂടെ എനിക്ക് ലഭിച്ചിട്ടുള്ള ക്രിസ്തീയ വെളിച്ചം കൂടുതൽ പ്രകാശിതമാകുവാൻ ഈ ഫ്ലോർ സഹായിക്കുന്നു. തുടർച്ചയായി ഒരാഴ്ചയും മുടങ്ങാതെ 200 മീറ്റിംഗ് നടത്തുവാൻ സാധിക്കുന്നത് വലിയ അത്ഭുതം തന്നെയാണ്. അഡ്മിൻ പാനലിനും ടെക്നിക്കൽ ക്രൂ മെമ്പേഴ്സിനും പ്രത്യേകിച്ച് വിൽസൺ കരിമ്പന്നൂർ സാറിനും അഭിനന്ദനം. ഇത് പറയാൻ എളുപ്പമാണ്, എന്നാൽ ചെയ്തെടുക്കാൻ മടുത്തു പോകാത്ത കഠിനാധ്വാനം, മനസ്സൊരുക്കം എന്നിവ വേണം. ഈ സൂം മീറ്റിങ്ങിന് സർവ നന്മകളും സർവ ആശംസകളും സർവശക്തൻ സമൃദ്ധിയായി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി ജോർജ് ജോനാൻ സാറ്. 2 പ്രഭാഷണത്തില് ഈ 2 മീറ്റിംഗ് പ്രഭാഷണം നടത്തി നമ്മളെ സഹായിച്ച വ്യക്തിയാണ്. തീർച്ചയായിട്ടും നന്ദിയുണ്ട്. എല്ലാ മീറ്റിങ്ങിനും പങ്കെടുക്കുന്നു എന്ന് അറിഞ്ഞത് അതിൽ വളരെ സന്തോഷം. ഞാൻ അത്രയും ശ്രദ്ധിച്ചില്ലായിരുന്നു. അങ്ങനെ അറിഞ്ഞതിൽ വളരെ സന്തോഷം. ഇപ്പോഴേ നമ്മുടെ സഭാ സെക്രട്ടറി
ഈ ABT മാമനച്ഛന് 2 വാക്ക് പറയുന്നതായിരിക്കും. അതെ, നമ്മുടെ ലൈറ്റ് ടു ലൈറ്റനിലെ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും സ്നേഹ വന്ദനം. നിങ്ങളോടൊപ്പം ഇന്ന് ഞാനും സന്തോഷിക്കുന്നു. നമുക്ക് ഏത് കാര്യം തുടങ്ങാൻ എളുപ്പമാണ്, എന്നാൽ അത് തുടർന്നുകൊണ്ട് പോകുവാനും നല്ലൊരു നോട്ടിൽ അവസാനിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ ലൈറ്റ് ടു ലൈറ്റൻ പ്രോഗ്രാമിലെ പല സെഷൻസും എനിക്ക് പങ്കെടുക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ സഭാ സെക്രട്ടറി ആയതിനു ശേഷം പലതിനും പങ്കെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും സാധിക്കുന്നില്ല. ഞാൻ ഇപ്പോൾ തന്നെ ഇത് വരുന്ന വഴിക്കാണ്, ഒരു പ്രോഗ്രാമിന് ശേഷം വരുന്ന വഴിക്കാണ് പകുതി കൂടുതൽ കേട്ടത്. പിന്നീടാണ് വീട്ടിൽ വന്നത്. ഇനിവേ ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമുക്ക് ഈ സമകാലികമായിട്ടുള്ള ചില വിഷയങ്ങളെ അധികരിച്ചൊക്കെ ചിന്തിക്കുവാനും കേൾക്കുവാനും പ്രതികരിക്കുവാനും ഒക്കെ ഈ വേദി സഹായകരമായി തീർന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആണ്. നമ്മൾ ഈ ഉദ്ദേശിക്കുന്നത് പോലെ ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്യാനും അതിന് പറ്റിയ ആളിനെ കണ്ടെത്തുക എന്നൊക്കെ പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല, സ്വല്പം ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല എന്ന് പ്രോഗ്രാംസ് ഒക്കെ ക്രമീകരിക്കുന്ന ആ ഒരു ആളെന്നുള്ള നിലയിൽ എനിക്ക് പറയാനായിട്ട് സാധിക്കും. എന്നാൽ അതിന് ഒക്കെ ആളുകളെ കാണാനും അല്ലെ മറ്റുള്ളവരോട് ആലോചിച്ച് ചോദിച്ച് ഈ ടോപ്പിക്ക് കണ്ടെത്താനും അതിന് പറ്റിയ ആളിനെ കണ്ടെത്തുവാനും ഒക്കെ ഇതൊരു ടീം വർക്കാണ്. പ്രിയപ്പെട്ട അതിനൊക്കെ നൽകുവാനായിട്ടൊക്കെ പ്രിയ വിൽസനെയൊക്കെ ദൈവം എടുത്ത് ഉപയോഗിച്ചത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ഇനിയും ഇത് തുടർന്നുകൊണ്ട് പോകട്ടെ. നമുക്കിത് നല്ലൊരു പ്ലാറ്റ്ഫോമാണ്, പല കാര്യങ്ങൾ കേൾക്കുവാനും മനസ്സിലാക്കുവാനുള്ള ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. എന്നാൽ എനിക്ക് ഒരു അഭിപ്രായം കൂടെ ഉള്ളത്, നമ്മുടെ ഈ പാർട്ടിസിപ്പൻസിൻ്റെതായിട്ടുള്ള അല്ലെങ്കിൽ അവരെ അല്ലെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ അവർ കേൾക്കുവാൻ ഡിസ്കസ് ചെയ്യാനും ആഗ്രഹിക്കുന്നതായിട്ടുള്ള ചില ടോപ്പിക്സ് ആളുകൾ അങ്ങനെ ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആളുകൾ തന്നെ ഒന്ന് സജസ്റ്റ് ചെയ്യുന്നുവെങ്കിൽ അതൊരു വളരെ നല്ല കാര്യം ആയിരിക്കും. അങ്ങനെ ഈ മീൻസ് ഈ ആളുകളുടെ ഈ പാർട്ടിസിപ്പൻസിന്റെ സൈഡിൽ നിന്ന് കൂടി അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള റൂള് ഒന്നും ഇല്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നമ്മളിന്ന് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ചില നഗ്ന യാഥാർത്ഥ്യങ്ങളോ അല്ലെ അർത്ഥ യാഥാർത്ഥ്യങ്ങളെയൊക്കെ ഒന്നുകൂടെ പഠിക്കാനും മനസ്സിലാക്കുവാനും ഈ വേദി കൂടുതൽ ഉപയുക്തമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ പിന്നില് പ്രത്യക്ഷമായും പരോക്ഷമായും പ്രവർത്തിച്ചവര്, കൈത്താങ്ങല് നൽകിയവരെ എല്ലാവരും അഭിനന്ദനം അർഹിക്കുന്നു. തുടർന്നും ഇത് നല്ല രീതിയിൽ തുറന്നുകൊണ്ട് പോകാനായിട്ടുള്ള എല്ലാ പ്രാർത്ഥനകളും ആശംസകളും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു അച്ഛനെ. അച്ഛൻ പറഞ്ഞ പോലെ അംഗങ്ങളുടെ നിർദ്ദേശങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. പല സബ്ജക്റ്റിനെ പറ്റിയും ആൾക്കാര് ഇന്ന വിഷയത്തെ പറ്റി സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ചില വ്യക്തികളെ നമുക്ക് കൊണ്ടുവരണമെന്ന് അംഗങ്ങൾ അറിയിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ പരമാവധി ഉൾക്കൊള്ളുന്നുണ്ട്. എന്നാൽ നമ്മുടെ നിലപാടുകൾക്ക് വിരുദ്ധമായ വിഷയങ്ങളോ വ്യക്തികളെയോ ഉൾക്കൊള്ളിക്കാൻ നമുക്ക് പറ്റത്തില്ല. പക്ഷെ എപ്പോഴും നമ്മൾ അങ്ങനെ ശ്രമിക്കുന്നുണ്ട്. ഇനിയാണേലും അംഗങ്ങൾക്ക് തീർച്ചയായിട്ടും അങ്ങനെ സജഷൻ വെക്കാം. മോസ്റ്റ് വെൽക്കം. തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞ നല്ല വാക്കുകൾക്ക് നന്ദി പറയുന്നു. നമ്മുടെ ഈ പ്രസ്ഥാനം ഇപ്പൊ 200 മീറ്റിംഗ് നടന്നു. ഈ 200 മീറ്റിംഗില് എനിക്ക് തോന്നിയ ഒരു 190 മീറ്റിംഗ് നടത്താൻ നമുക്ക് പ്ലാറ്റ്ഫോം ഒരുക്കി തന്നത് നെരുൾ മർത്തോമ ഇടവകയിലെ ജോസ് മാത്യു എന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ നിർലോഭമായ സഹകരണമാണ് നമുക്ക് ലഭിച്ചത്. തീർച്ചയായിട്ടും അതൊരു വലിയ നേട്ടമായി പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ. അത് ഇന്നത്തെ മീറ്റിംഗ് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ലവിൻ തോമസ് ആണ്. ഈ 100-ലധികം ആൾക്കാരുടെ മീറ്റിംഗ് ആവശ്യമുള്ളപ്പോഴൊക്കെ ലവിൻ തോമസ് ആണ് നമ്മളെ സഹായിക്കുന്നത്. അപ്പം ഈ സമയത്ത് ഞാൻ ഇനിയും സംസാരിക്കാനായിട്ട് നമ്മുടെ മോനച്ചൻ തോമസ് സാറിനെ ക്ഷണിക്കുവാണ്. അദ്ദേഹവും നമ്മുടെ സ്ഥിരമായ ഒരു സാന്നിധ്യം ഉള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം നമുക്ക് പ്രഭാഷണവും ചെയ്ത് സഹായിച്ചിട്ടുണ്ട്. മോനച്ചാൻ ഇപ്പോൾ സംസാരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനിയും ഈ ഫോറത്തിൽ ഇപ്പോൾ ഉള്ളവർക്ക് ആർക്കൊക്കെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ സിസ്റ്റത്തിലൂടെ ഹാൻഡ് റൈസ് ചെയ്താൽ മതി. നേരത്തെ ഒരാൾ ഹാൻഡ് റൈസ് ചെയ്തിരുന്നു, ഞാനത് നോട്ട് ചെയ്തിരുന്നു. പക്ഷെ ഇപ്പം പിന്നെ അതങ്ങ് പിൻവലിച്ചു. അതുകൊണ്ട് ഇപ്പം സിസ്റ്റത്തിൽ കൂടെ ഹാൻഡ് റൈസ് ചെയ്യുകയോ അല്ലെ ചാറ്റ് ബോക്സിൽ പേര് എഴുതിയിടുകയോ ചെയ്യുന്ന ഏവർക്കും സംസാരിക്കാനായിട്ട്. നമ്മുടെ സമയത്തിന്റെ സാധാരണ മീറ്റിങ്ങിന്റെ സമയം കഴിഞ്ഞിട്ടില്ല.
അതുകൊണ്ട് നമുക്കിപ്പോൾ അവസരമുണ്ട്. മോൻചാൻ കേൾക്കുന്നുണ്ടോ? ഈ 200 വെബിനാറുകൾ നടത്തിയ ലൈറ്റ് ടു ലൈറ്റൻ സ്റ്റഡി ഫോറം അതിന്റെ ചുമതലക്കാരെ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. തക്കതായ അനുയോജ്യമായ ആനുകാലിക വിഷയങ്ങൾ അതാത് സമയങ്ങളിൽ തിരഞ്ഞെടുക്കുകയും അതിന് യോജിച്ചതായ നേതാക്കന്മാരെ പ്രഭാഷണം നടത്തുവാനായിട്ട് കണ്ടെത്തി അവരെ ഉൾക്കൊള്ളിച്ച് ഈ പരിപാടി നടത്തുന്നത് അങ്ങേയറ്റം അഭിനന്ദനീയമാണ്. ഞാൻ കഴിവതും ഈ മീറ്റിങ്ങുകളിലെല്ലാം കയറാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ചില മീറ്റിങ്ങുകൾ മറ്റ് അസൗകര്യങ്ങൾ കാരണം കയറാൻ സാധിച്ചിട്ടില്ല. എന്നാൽ അങ്ങേയറ്റം പ്രയോജനകരമായ ഈ ഒരു ശുശ്രൂഷ നമുക്കെല്ലാവർക്കും കൂടുതൽ ദൗത്യോന്മുഖമായ ക്രിസ്തീയ ജീവിതത്തിലേക്ക് പ്രചോദനം നൽകുന്ന ഒന്നാണെന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഞാൻ ഇതിന്റെ ഭാരവാഹികളെ എല്ലാവരെയും അഭിനന്ദിക്കുന്നു. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻസിന് അതോർത്ത് ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീ വിൽസൺ സാറ്, അതുപോലെ മറ്റെല്ലാവരും, ഞാൻ ആരുടെയും പേര് കൂടുതലായിട്ട് എടുത്ത് പറയുന്നില്ല, പക്ഷെങ്കിൽ എല്ലാവരും ചെയ്യുന്നതായ ആ ഒരു സർവീസ് വളരെ മഹത്തരമാണ്. അത് നേരത്തെ ചിലരൊക്കെ സൂചിപ്പിച്ചതുപോലെ ഗിന്നീസ് ബുക്കിൽ ഇടം പിടിക്കുക എന്നുള്ളതല്ല, നമുക്ക് ജീവിതത്തിൽ പ്രചോദനം നൽകുന്ന അല്ലെങ്കിൽ നമ്മളുടെ മഹത്തായ താല്പര്യങ്ങൾക്ക് ദൈവരാജ്യ മൂല്യങ്ങൾക്ക് അനുസൃതമായി നമ്മളുടെ താല്പര്യങ്ങളെ രൂപപ്പെടുത്തുവാനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ഈ ഒരു പരമ്പര ദൈവ കൃപയിൽ തുടരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. താങ്ക് യു വെരി മച്ച്. നമ്മൾ നേരത്തെ തന്നെ ആവശ്യപ്പെട്ട ഒരാളാണ് ശലോമോൻ അച്ഛൻ ഇന്ന് സംസാരിക്കണമെന്ന് നമ്മൾ നേരത്തെ ആവശ്യപ്പെട്ട, പക്ഷെ അച്ഛൻ ചില തിരക്കുകളിലാണെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ ഞാൻ നോക്കിയപ്പോൾ അച്ഛൻ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നുണ്ടായിരുന്നു. അച്ഛനെ ഇപ്പോൾ സംസാരിക്കാനായിട്ട് ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ജോയി സിയോനില് നേരത്തെ ഹാൻഡ് റൈസ് ചെയ്താണ്, സംസാരിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിനാണ്. അത് കഴിഞ്ഞ് രാജു ഫിലിപ്പ് സാറ്. ഈ തുടർന്ന് ആരെങ്കിലും സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് സിസ്റ്റത്തെ ഹാൻഡ് റൈസ് ചെയ്യാം. താങ്ക് യു സാറേ. ഇന്നത്തെ മീറ്റിംഗ് മോഡറേറ്റ് ചെയ്ത ശ്രീ വിൽസൺ കരിമ്പന്നൂർ, പ്രിയപ്പെട്ട ഇതിനകത്ത് ഇന്ന് മുഖ്യ പ്രഭാഷണം നൽകിയ അഭിവന്ദ്യ തിരുമേനി, പ്രിയപ്പെട്ട അച്ഛന്മാർ, ആത്മായ നേതാക്കൾ, എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്നേഹവന്ദനം. ചിത്രെങ്കിലും സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ ഈ ലൈറ്റ് ടു ലൈറ്റ് സ്റ്റഡി ഫോറം 200 വെബിനാറുകൾ നടത്തുവാനായിട്ട് സാധിച്ചു. വളരെ വൈവിധ്യമാർന്ന വിഷയങ്ങളാണ്. നമ്മൾ ആത്മീയ മണ്ഡലത്തിൽ നിൽക്കുന്ന, ഞാനും സഭയിലെ ഒരു പട്ടക്കാരനാണ്, ആത്മീയ മണ്ഡലത്തിൽ നിൽക്കുന്നവർക്ക് പലപ്പോഴും ഈ തുറന്ന ചിന്തകളും വിശാലമായ വായനകളും ലോകത്തെ മറ്റ് വിശ്വാസങ്ങളും മതങ്ങളും മനുഷ്യരും ഒക്കെ ഉണ്ടെന്ന് പലപ്പോഴും നമ്മളുടേത് മാത്രം ശരി എന്ന് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സമീപനത്തിലേക്ക് മാറിപ്പോകാനുള്ള ഒരു അപകടം ചിലർക്കെങ്കിലും സംഭവിക്കാം. എന്നാൽ നമ്മളുടെ ഈ വെബിനാറുകൾ നമ്മൾ നിൽക്കുന്ന നമ്മളുടെ വിശ്വാസത്തിൽ, ആ വിശ്വാസം നമുക്ക് ആഴമായിട്ട് മനസ്സിലാക്കാനും ആഴമായ പ്രതികരണങ്ങളിലൂടെ സമൂഹത്തെയും ദൈവത്തെയും മനുഷ്യരെയും എങ്ങനെ യഥാർത്ഥമായി നോക്കിക്കാണണമെന്നുള്ള പാഠങ്ങൾ മതരംഗത്ത് നിന്നും സാമൂഹ്യ രംഗത്ത് നിന്നും രാഷ്ട്രീയ രംഗത്ത് നിന്നും കലാരംഗത്ത് നിന്നും അക്കാദമിക രംഗത്ത് നിന്നും എല്ലാം വൈവിധ്യമാർന്ന പ്രഭാഷണങ്ങൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഞാൻ കണക്കാക്കുന്നു. ഈ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഈ വെബിനാറൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ലൈറ്റ് ടു ലൈറ്റ് ആൻഡ് സ്റ്റഡി ഫോറം അതിനൊരു അഡ്മിൻ പാനലും നല്ല ഒരു നേതൃത്വം ഉണ്ടായിരുന്നു. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട നേതൃത്വം നൽകിയ വ്യക്തി ഇന്നും നമുക്ക് ഈ 200 വെബിനാറുകൾക്കും ആവശ്യമായ ക്രമീകരണങ്ങൾ ചെയ്ത ശ്രീ വിൽസൺ കരിമ്പന്നൂർ സാറാണ്.
അതിനോടൊപ്പം നല്ലൊരു അഡ്മിൻ പാനലുണ്ട്. ആ അഡ്മിൻ പാനലിൽ ഉൾപ്പെട്ടിരിക്കുന്നവരെല്ലാം അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ എനിക്ക് ഇതിനകത്ത് കുറച്ച് അടുത്ത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു ശതമാനം പ്രവർത്തനങ്ങളും സമയവും കൂടുതൽ ചെലവഴിക്കുന്നത് ശ്രീ വിൽസൺ കരിമന്നൂർ സാറാണ്. അദ്ദേഹത്തോട് പ്രത്യേകമായിട്ടുള്ള സന്തോഷം അറിയിക്കുന്നു. നമ്മുടെ അഡ്മിൻ പാനലിനോട് സന്തോഷം അറിയിക്കുന്നു. ഇതിനകത്ത് അഡ്മിൻ പാനലിലോ പുറത്ത് നല്ല ഒരു ഗ്രൂപ്പ് ആളുകളാണ് നമ്മൾ ഇതിനകത്ത് പാർട്ടിസിപ്പൻസ് ആയിട്ട് പങ്കെടുക്കുന്നത്. പ്രത്യേകിച്ച് ശ്രീ വിൽസൺ സാറ് നമ്മുടെ രാജു അഞ്ചേരി അച്ഛൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഒത്തിരി പട്ടക്കാർ പങ്കെടുക്കുന്നുണ്ട്. ആത്മായ നേതാക്കൾ, വിവിധ തുറകളിലുള്ള ധാരാളം ആളുകൾ പങ്കെടുക്കുന്നുണ്ട്. സേവിക സ്ത്രീ പക്ഷത്തുള്ള ധാരാളം ആളുകൾ ഉണ്ട്, കൊച്ചമ്മമാര് പങ്കെടുക്കുന്നുണ്ട്. ഇത് നല്ല സമ്മിശ്രമായ ഒരു ഗ്രൂപ്പ്, വളരെ സൗഹാർദ്ദമായ ഒരു ഗ്രൂപ്പ്. മറ്റ് ചില ഗ്രൂപ്പുകളൊക്കെ തുടങ്ങിയ സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരുകളായിട്ട് നമ്മളുടെ ഗ്രൂപ്പുകൾ മാറുമ്പോൾ ആ കാര്യത്തിൽ ഞാനും വിൽസൺ സാറിനോട് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മൾക്ക് പരസ്പരമുള്ള വാക്പോര് കൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകുന്നില്ല. പകരം നമുക്ക് തുറന്ന സംവാദങ്ങളും ചർച്ചകളുമാണ്. ചിലപ്പോൾ ഏതെങ്കിലും ഒരു ലീഡറെ പ്രസംഗിക്കാൻ വിളിക്കുമ്പോഴോ നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത ഐഡിയോളജി ഉള്ളവരോ രാഷ്ട്രീയം പറയുന്നവരോ ഒക്കെ ആകുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ തോന്നാം. പക്ഷെ ആ വിഷമത്തിന് അപ്പുറം അവർ പറയുന്നത് എന്താണെന്ന് കേൾക്കാനുള്ള ഒരു താല്പര്യം, ലിസൺ ചെയ്യാനുള്ള ഒരു താല്പര്യമൊക്കെ നമുക്ക് തന്നെ വളരാനായിട്ട് വലിയ ഒരു വാതിൽ തുറന്നിടുന്ന അവസ്ഥയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്നും 100-ലധികം ആളുകൾ ഇതിന്റെ ആരംഭത്തിൽ ഉണ്ടായിരുന്നു. നല്ല സജീവമായ ഒരു ഗ്രൂപ്പായിട്ട് ഇത് മുന്നോട്ട് തുടർന്നും പോകട്ടെ. നമുക്ക് നിരന്തരമായിട്ട് ആലോചനയ്ക്കും പഠനത്തിനുള്ള ഒരു സമയമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈ അവസരം എനിക്ക് തന്നതിന് ഒരിക്കൽ കൂടെ നന്ദി. താങ്ക് യു. താങ്ക് യു അച്ഛൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അച്ഛൻ്റെ ഒരു ഉൾക്കാഴ്ചയാണ് ഈ വെബിനാർ ഇങ്ങനെ ഒരു പരമ്പരയായിട്ട് ആരംഭിക്കാൻ കാരണം. കോവിഡ് സമയത്ത് അച്ഛൻ നമ്മളെ ഇൻസിസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെയാണ് 2020 ജൂലൈ മാസം 25-ാം തീയതിയാണ് നമ്മുടെ ഒന്നാമത്തെ വെബിനാർ നടന്നത്. അന്ന് മുതൽ ഇന്ന് വരെ സോളമൻ അച്ഛൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ പൊതുജനം അറിയാതെ, അല്ലെ ഇവിടുത്തെ അംഗങ്ങൾ അറിയാതെ അച്ഛൻ ഇതിന്റെ പിന്നിൽ വേണ്ട പ്രചോദനമാണ്. പല ലീഡേഴ്സിനെ നമുക്ക് വിളിക്കുവാനായിട്ട് അച്ഛൻ സജസ്റ്റ് ചെയ്യും. അച്ഛൻ പേഴ്സണലായിട്ട് പലരെയും വിളിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഈ ടോപ്പിക്ക്, വിഷയത്തിന്റെ ഈ സുന്ദരമായ രീതിയിൽ ടോപ്പിക്ക് രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ സഹായിച്ചത് സോളമൻ അച്ഛൻ തന്നെയാണ്. അച്ഛനോട് ലൈറ്റർ ടു ലൈറ്ററിന്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ഇനിയുള്ള എല്ലാ സഹായങ്ങളും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആദ്യം മുതലേ ഹാൻഡ് റേസ് ചെയ്തിരുന്നു ജോയി സിയോനില്. അദ്ദേഹത്തിന് സംസാരിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പൊ അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് രാജു ഫിലിപ്പ് സാറ്, അങ്ങനെ ജോയി സിയോൻ സാറ് എന്നെ ക്ഷണിച്ചോളൂ. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് മഹത്വം. വിൽസൺ സാർ അടക്കമുള്ള ഇതിന്റെ പ്രധാനപ്പെട്ടവരെ ഈ 200-ാമത്തെ വെബിനാറിലും ഇപ്രകാരം നടത്തുവാൻ പരിപാലിച്ച ദൈവത്തിന് ഒരു നല്ല സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഒരു കൊച്ചാശംസ പറഞ്ഞുകൊണ്ട് നിർത്തുക, സമയം അതിക്രമിച്ചത് കൊണ്ട്. ഏറ്റവും ബഹുമാന്യരായിരിക്കുന്ന, നമ്മൾ നന്നായി ആദരിക്കുന്ന രാജവഞ്ചേരി അച്ഛൻ, ഓമൻ വർക്കി അച്ഛൻ, സുനിലച്ഛൻ, അങ്ങനെ ഒത്തിരി നീണ്ട പട്ടക്കാരുടെ, നമ്മുടെ മാതൃകാ പുരുഷന്മാരായിട്ടുള്ള പട്ടക്കാരുടെ സാന്നിധ്യം ഇതിനകത്ത് വളരെ ദർശിക്കാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനും അപ്പുറമായിട്ട് നമ്മുടെ ശാന്തി കൊച്ചുമ്മയും ഇന്ന് ആശംസ ആദ്യമായിട്ട് അറിയിച്ച നമ്മുടെ ശാന്ത ജോർജ് കൊച്ചുമ്മയുടെയും സേവനത്തെ മാനിക്കാതിരിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് അത് മുക്തകണ്ഠം ഒരു ദൈവനാമത്തിൽ ഒരു പ്രശംസയോടെ ഈ സമയത്ത് ആശംസ അറിയിക്കുന്നു. എന്നാൽ മന്ത്രി വരുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞപ്പം എനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. തിരുമേനിയോടും മന്ത്രിയോടും എന്റെ ആശങ്ക ഒന്ന് പങ്കുവെക്കാനായിട്ട്. അത് സാധിക്കാഞ്ഞതിലുള്ള എന്റെ ദുഃഖം രേഖപ്പെടുത്തുന്നു. സത്യാനന്തര കാലത്തെക്കുറിച്ചും ഒരു കാര്യം ഒന്ന് പറയട്ടെ. വിൽസൺ സാറ് ഒന്ന്
പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ അവരിൽ ദൈവത്തെ കാണാൻ ഇടയാക്കുന്ന സംഭവം. അപ്പൊ അത് നമ്മുടെ ആത്മീയ ലോകത്തൂടെ അതിനെ രണ്ടും കൂടെ ഒന്ന് സമന്വയിപ്പിക്കുകയാണെങ്കിൽ അത് സാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക എനിക്കുണ്ട്. രണ്ടാമത്തത്, ഇപ്പോഴത്തെ അത് കഴിഞ്ഞുള്ള ആശങ്ക എന്ന് പറയുന്നത് തൃശ്ശൂർ വരെ, രാഷ്ട്രീയമല്ല, ഒരിക്കലും രാഷ്ട്രീയം പറയാമെന്ന് ആരും ചിന്തിക്കരുത്. തൃശ്ശൂരിൽ നിന്ന് വണ്ടി ഓടിച്ചു വന്ന ഒരു പാവപ്പെട്ടവനെ തല്ലി ഓടിച്ചിട്ട് അവന്റെ മേൽ കുറ്റം ചുമത്തുന്ന ഒരു സത്യാനന്തര കാലത്തിലാണ് നാം ജീവിച്ചിരിക്കുന്നത് എന്ന് മറന്നു പോകാതിരിക്കാനായിട്ടും പ്രാർത്ഥിക്കാനും നമുക്ക് ഇടയാവണം. അതോടൊപ്പം തന്നെ ഒരാശംസയോട് പറയണം. ഇന്ന് നമ്മുടെ ഇച്ചിരി മുമ്പ് സംസാരിച്ച ബഹുമാന്യനായ ശലോമോനച്ചൻ ഒരു കലാകാരനാണെന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇന്ന് നമ്മുടെ മുരുകൻ കാട്ടാക്കടയുടെ ഒരു പദ്യം ചൊല്ലി അതിന് അച്ഛൻ ഒരു സ്പെഷ്യൽ കൺഗ്രാറ്റ്സ് കൂടെ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. നമ്മുടെ മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുത്ത അഭിപ്രായം രേഖപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട ജോയി സിയോനിൽ സാറ്. സാറിന് പ്രത്യേകം നന്ദി. ഞാൻ അടുത്ത ആള് രാജു ഫിലിപ്പ് സാറാണ്. അദ്ദേഹം നമ്മുടെ അഡ്മിൻ കൂടിയാണ്. അതിലോട്ട് പ്രവേശിക്കുന്നതിന് മുമ്പ് ഞാൻ 1-2 പേരെ കൂടെ ഓർമ്മിക്കുവാണ്. നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് റിക്വസ്റ്റ് ചെയ്ത ഒരാളാണ് സുനിൽ ഡി അച്ഛന്. സുനിൽ ഡി അച്ഛന്റെ കോൺട്രിബ്യൂഷൻ നമുക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. എനിക്ക് വന്ന കാലാവസ്ഥയുടെ പ്രതികൂലത കൊണ്ടായിരിക്കും അച്ഛൻ എന്ന് പ്രവേശിക്കാൻ സാധിക്കാതെ പോയെന്ന് വിശ്വസിക്കുന്നു. സുനിൽ അച്ഛൻ അതുപോലെ നല്ലപോലെ സഹായിച്ചു. അതുപോലെ പിന്നെ നമുക്കൊരു മാഡം സ്ഥിരമായിട്ട് നമ്മളെ പ്രാർത്ഥിച്ച് സഹായിക്കുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അത് മറ്റാരുമല്ല, അനില ജേക്കബ് മാഡം തന്നെയാണ്. അനില ജേക്കബ് മാഡം ഇപ്പോഴേ ഈ അടുത്ത കാലത്ത് ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ട് ചില പങ്കെടുക്കുന്നുണ്ട്, എന്നാലും പ്രാർത്ഥിക്കാനൊക്കെ ചില ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയിച്ചായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ അടുത്ത കാലങ്ങളിൽ ഇല്ലെങ്കിൽ പോലും ഇന്ന് പങ്കെടുക്കുന്ന സ്ഥിതിക്ക് അനില ജേക്കബ് മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അവസരമുണ്ട്. ഇപ്പോൾ രാജു ഫിലിപ്പ് സാറ് സംസാരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ജിബു ചെറിയാൻ സാറാണ് അത് കഴിഞ്ഞിട്ട് സംസാരിക്കുന്നത്. ചുരുക്കി പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. Thank you, Wilson sir, for inviting me. എല്ലാവർക്കും സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹവന്ദനം. 200 മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ച ദൈവത്തിന്റെ വലിയ കരുണയ്ക്ക് വേണ്ടി, അതുപോലെ തന്നെ ആദ്യാവസാനം ഉണ്ടായിരുന്ന ദൈവിക കൃപയ്ക്ക് ദൈവമാവിന്റെ വലിയ സാന്നിധ്യത്തിനായിട്ട് പ്രത്യേകമായിട്ട് ദൈവത്തിനാദ്യമേ നന്ദി പറയട്ടെ. വ്യത്യസ്തമായ വൈവിധ്യമാർന്ന വിഷയങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്തത്. ഇങ്ങനെയുള്ള വിഷയങ്ങൾ കണ്ടുപിടിക്കുന്നതിനും അതുപോലെ ഇതിന്റെ എല്ലാവിധമായിട്ടുള്ള ക്രമീകരണങ്ങൾ ചെയ്തതിലും ഏറ്റവും മുഖ്യമായ പങ്ക് വഹിച്ചിരിക്കുന്നത് വിൽസൺ സാർ തന്നെയാണ്. വിൽസൺ സാറിനെ ആദ്യമായിട്ട് നന്ദി പറയുകയാണ്. പിന്നീട് ഇന്നത്തെ വിഷയം തന്നെ വളരെ വ്യത്യസ്തമായ വിഷയങ്ങളാണെന്ന് നമുക്കറിയാം. സത്യാനന്ദ കാലത്തെ ആത്മീയത എന്ന വിഷയം തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വിഷയമാണ്. നമ്മുടെ ഇവിടെ പറഞ്ഞതുപോലെ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ദൈവകീയമായിട്ടുള്ള ബന്ധത്തിലൊക്കെയും പള്ളിയുമായിട്ടുള്ള ബന്ധത്തിലൊന്നും നമ്മളൊന്നും ചിന്തിക്കാത്തതായ പല വിഷയങ്ങളുമാണ് ഇവിടെ നമ്മൾ പലപ്പോഴും ഡിസ്കസ് ചെയ്യുന്നത്. അതിനുള്ള അവസരം കിട്ടുന്നത് ഇങ്ങനെ അവസരം കിട്ടുന്നത് പ്രത്യേകമായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. തിരുമേനി ചോദിച്ചതുപോലെ 3 ചോദ്യങ്ങൾ: വേർ ആർ യു, വേർ ഈസ് യുവർ ബ്രദർ, വേർ ഈസ് യുവർ ക്രോസ്. ഈ 3 ചോദ്യങ്ങൾ നമ്മളോട് എല്ലാം ചോദിക്കുകയാണ്. നമ്മൾ എവിടെയാണ് പലപ്പോഴും നമ്മൾ വിളിച്ചിരിക്കുന്ന അവസ്ഥയാണ്. സഹോദരന്റെ കാവൽക്കാരനാണെന്ന് ചോദിക്കുന്നതായ അവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കുരിശന്തി എന്ന ക്രൂശ് എടുക്കാൻ ആഗ്രഹിക്കുന്ന തന്നെത്താൻ ത്യജിച്ച് എന്റെ പിന്നാലെ വരണമെന്നാണ് പറയുന്നത്, എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 ചോദ്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതുപോലെ തന്നെ ഇഷ്ടമല്ലാത്തതായ സ്പിരിച്വാലിറ്റി, അതിന് യാതൊരു വിധമായ അർത്ഥമില്ലെന്നൊക്കെയും തിരുമേനി പറയുകയുണ്ടായി. Not the faith in Jesus Christ, faith of Jesus Christ. യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം, യേശു ക്രിസ്തു
ഉള്ള വിശ്വാസമല്ല, യേശു ക്രിസ്തുവിന്റെ വിശ്വാസമാണ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതെന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വിശ്വാസം വളരെ വ്യത്യസ്തമായിരുന്നു. നമുക്കറിയാം. ആ വിശ്വാസത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് നമ്മളെ ക്ഷണിക്കുകയായിരുന്നു തിരുമേനി. അങ്ങനെ സമയത്തിന്റെ കുറവ് കൊണ്ട് അധികം ഇവിടെ അധികമൊന്നും തന്നെ പറയുന്നില്ല. ഈ ലൈറ്റും സെമിനാറിന്റെ 200-ാം സെഷനിലെ ഈ 200-ാമത്തെ എപ്പിസോഡിൽ സഹായിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. ഇതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. നന്ദി രാജു ഫിലിപ്പ് സാറ് മിക്കവാറും എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുത്ത് ചർച്ചയിൽ സജീവ നേതൃത്വം നൽകുന്ന വ്യക്തിയാണ്. സാറിനോടുള്ള പ്രത്യേക നന്ദി തവണ അറിയിക്കുന്നു. ഈ കൂട്ടത്തിൽ ഞാൻ 1-2 കാര്യം കൂടെ അടുത്തയാള് അടുത്ത ജിബു ചെറിയാൻ സാറാണ്. അത് കഴിഞ്ഞ് അനില ജേക്കബ് മാഡം. 1-2 കാര്യം. നമുക്ക് ഈ ടൈമിന് ആൾക്കാരെ ലഭിക്കുക എന്നുള്ളത്, പ്രഭാഷണം നടത്താൻ സൂട്ടബിളായ ആൾക്കാരെ ലഭിക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അത് അത്ര ഈസി ഒന്നുമല്ല. ഈ 200 പ്രഭാഷണം നടത്തിയ സമയത്ത് നമുക്ക് അത് ചിന്തിക്കുക, അതിന് നേതൃത്വം നൽകിയ എനിക്ക് വ്യക്തമായിട്ടറിയാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. അതിന് നമ്മൾ ഏറ്റവും കൂടെ നിന്ന് സഹായിച്ച വ്യക്തികൾ അനേകരുണ്ട്. അതിൽ 3 പേരുടെ പേര്, ഒന്ന് സോളമൻ അച്ഛന്, ഒന്ന് അഡ്വക്കേറ്റ് റോയി ഫിലിപ്പ്. ഈ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തു നിന്നൊക്കെ പലരെ അദ്ദേഹം ആണ് കൊണ്ടുതന്നത്. അതുപോലെ തന്നെ ശാന്തിമത്തായി കൊച്ചമ്മ. ഇവർ രണ്ടുപേരും ഈ ഒടുവിൽ പറഞ്ഞ 2 പേരും അഡ്മിന്മാരാ, എന്നാലും അവരുടെ സഹായം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ പലരും സഹായിച്ചിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു. ഇപ്പോഴേ ജിബു ചെറിയാൻ സാർ സംസാരിക്കുന്നു. Good evening. Firstly, congratulations to the Lighted to Lighten team on achieving this milestone. This has not been an easy milestone from July 2020 till now. I have joined only 5 months ago, but I found the thought process and the exposure to the thoughts has been of a very high grade. Wilson and the team, Benny Thomas, others, all of them who are admins also, congratulations to you. The thing is that I understand Reverend Dr. Solomon Achin mooted this idea. I think that was in 2020. Now Solomon Achin is my parish vicar. So I have to personally tell him that it is time for Solomon Achin to bring another germ of an idea on which we can benefit. This first idea of yours has germinated very well and is growing to a tree. 4 years. Now it's time, on the way to the 100th floor. We are on the 4th floor, but it's now time to think better. What I would think is that Lighted to Lighten has taken the role of a think tank. And a think tank can continue to be a think tank without having any teeth. One thing you'll see in the corporate world is that whenever think tanks get on to venture capitalism, get on to brick and mortar ideas. I do not know how the Marthoma Sabha is evaluating it. For the Marthoma Sabha, I don't know whether we continue to be a think tank and you are one remote satellite somewhere spouting out ideas which after 2 weeks die down. But at the same time, I appreciate the 2 sessions you had on the amendment to the Constitution. One very good session on the role of ladies as assistants in the altar, etc. Those were really eye-opening sessions and a lot of good thought happened. Yes, good thought is the beginning of a progressive thing. We might continue to talk about reformation every time, but reformation does not happen if the Sabha in which we are a part of does not take cognizance of it. And to be honest with you, I don't think the Sabha takes any cognizance of all the brilliant ideas which are being spouted out over here. One thing is that whether Sabha takes it or not, this forum is definitely a forum for enrichment, of crowd-fertilization of ideas. There are very senior people over here who are able to express their opinions with which I might not agree. But yes, it is important for me
to understand that yes, these sort of opinions do exist on every topic, and it is important for me to appreciate this different opinions. So wishing Wilson, who is the poster boy of Lighted to Lighten, his full team, all the people whom I know are admins. But so now you finished 4 years. My wishes for you to reach 8. Thank you very much. Of ഞാൻ ഈ your സമയത്ത് great establishment. സോറി, ക്ഷമിക്കണം, Okay. പറഞ്ഞോ. No, actually I was expecting Wilson. ഞാൻ തുടങ്ങുന്നതിന് മുമ്പേ പറയാൻ എന്തോ ഷോർട്ട് ആയിട്ട് പറയണേന്. പക്ഷേ Wilson, I think you can allow me to talk a little bit more. I'm stopping. So all the best, Wilson, and everybody. God bless all of you all and your efforts, and strengthen the Marthoma Church. Thank you. ഞാൻ ഇടയ്ക്ക് ഇടപെട്ടത് എനിക്ക് വോയിസ് ഇവിടെ ബ്രേക്ക് ആയിരുന്നു. ഞാൻ സംസാരം നിന്നുപോയി എന്നുള്ള വിചാരത്തിലാണ് ഇടപെട്ട്, ക്ഷമിക്കണം. ഞാൻ ഇപ്പോഴേ അടുത്ത ആളിനെ ക്ഷണിക്കുന്നതിന് മുമ്പ് 1-2 പേരുടെ കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമ്മുടെ അഡ്മിന്മാരിൽ ഒരാളായ VI ജേക്കബ് സാറാണ്. VI ജേക്കബ് സാർ ഈ വെബിനാർ തുടങ്ങിയ കാലം മുതൽ ഈ അടുത്ത കാലം വരെ ഇതിന്റെ റിപ്പോർട്ട് നമ്മുടെ ലൈറ്റഡ് ടു ലൈറ്റഡ് സ്റ്റഡി ഫോറത്തില് റിപ്പോർട്ട് എഴുതി സമർപ്പിക്കുമായിരുന്നു. അത് വലിയൊരു കാര്യമായിരുന്നു. ഈ അടുത്ത സമയത്ത് സാറിന് ചില വളരെ തിരക്കായി പോയതുകൊണ്ട് അത് നിർത്തി. എന്നോട് അനേകർ പറഞ്ഞിട്ടുണ്ട് പങ്കെടുക്കാൻ പറ്റുന്നില്ലെങ്കിലും ഈ റിപ്പോർട്ട് വായിക്കുമ്പോൾ നല്ലൊരു ഐഡിയ കിട്ടുമായിരുന്നു. അത് ചെയ്തത് VI ജേക്കബ് സാറാണ്. സാറിനെ നന്ദി അറിയിക്കുന്നു. അതുപോലെ നമ്മുടെ ഏബ്രഹാം ടി വർഗീസ് സാറിന്റെ മരണത്തിന് ശേഷം അദ്ദേഹമായിരുന്നു ഈ കാര്യങ്ങളെല്ലാം എനിക്കോട് കൂടെ ഇന്ന് ചെയ്തു തന്ന് സഹായിച്ചിരുന്ന പ്രമുഖ വ്യക്തി. അതിനുശേഷം നമ്മൾ കുറെ പുതിയ അഡ്മിന്മാരെയൊക്കെ കൊണ്ടുവന്നു. അതിൽ ബെന്നി തോമസ് പരിമണം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഇതിന്റെ പോസ്റ്ററുകളെ, ബാനറുകളെ, അത് ഫ്ലെയറ്, ടെക്നിക്കൽ സപ്പോർട്ട്, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മെയിൻ ഹോസ്റ്റായിട്ടിരുന്ന അദ്ദേഹം നമ്മളെ സഹായിക്കുമായിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. അദ്ദേഹത്തിനോടുള്ള പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ AV ഇട്ടി സാറിനെ ഇന്ന് നമ്മൾ പ്രഭാഷണത്തിന് വേണ്ടി ഞാൻ വിളിച്ചായിരുന്നു. സാറ് തുടക്കത്തിലുണ്ടായിരുന്നു. പിന്നെ സാറിന്റെ സമയപരിമിതി പ്രയാസമോ ചിലപ്പോൾ നെറ്റിന്റെ പ്രശ്നമായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. ആ ഭാഗത്തൊക്കെ നെറ്റ് വളരെ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം സാറ് സ്ഥിരമായിട്ട് നമ്മുടെ ചർച്ചകളിലൊക്കെ സംബന്ധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. നമുക്ക് പലപ്പോഴും ലീഡ് ചെയ്യുകയും പ്രഭാഷണത്തെ നൽകുകയൊക്കെ ചെയ്ത ആളാണ്. ഇപ്പോഴീ ഫ്ലോറില് ജോൺ M മാത്യു എന്ന് പറയുന്ന ആള് നല്ലൊരു ആശംസ നമ്മുടെ ചാറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. സാറിനെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. കൂടുതൽ ഇനിയും ഇതുമായിട്ട് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അനില മാഡം ഇപ്പോഴേ ഞാൻ ആവശ്യപ്പെട്ട അനുസരിച്ച് ഇപ്പോൾ സംസാരിക്കും. അത് കഴിഞ്ഞിട്ട് ആരെങ്കിലും ഉണ്ട് 1-2 പേർ കൂടെ ചുരുക്കമായിട്ട് അവസരമുണ്ട്. അല്ലെങ്കിൽ നമ്മള് പിന്നെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതായിരിക്കും. ഒറീസയിൽ നിന്നുള്ള ജെയിംസ് ബ്രദർ പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ഇപ്പോഴേ അഭ്യർത്ഥിക്കുന്നു. ജെയിംസ് ബ്രദർ പ്രാർത്ഥിക്കുന്നതിനായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് സോളമൻ അച്ഛന് ആശീർവാദവും പറയണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അനില മാഡം ഇപ്പോൾ സംസാരിക്കുന്നു. ജോയ്സിയോയിൽ പറഞ്ഞ പോലെ സത്യത്തില് ഇന്ന് ഹൃദയം നിറഞ്ഞ ഒരു ദിവസമാണ്. ഒത്തിരി സന്തോഷം തോന്നി. കാരണം ലൈറ്റ് ടു ലൈറ്റിന്റെ കഴിവതും എല്ലാ മീറ്റിങ്ങുകളിലും പങ്കെടുക്കുക എന്നുള്ളത് ഒരു വലിയ സന്തോഷമായിരുന്നു. അപ്പം ഇത്രയും ഈ കഴിഞ്ഞ 200 ആഴ്ചകളിലായിട്ട് നടത്തി വരുന്ന ഈ വെബിനാർ തീർച്ചയായിട്ടും അഡ്മിൻസിന്റെയും അതുപോലെ ശ്രീ വിൽസന്റെയും ശരിക്കും ഉള്ള ഒരു വലിയ ഒരു പ്രയത്നത്തിന്റെ ഭാഗം തന്നെയാണ്. അത് സമ്മതിച്ചു തരാതിരിക്കാൻ ഒക്കുകയല്ല. അതിനും മേലെയായിട്ട് ഇത്രയും ഈ വെബിനാറുകൾ ഏറ്റവും ഭംഗിയായി നടത്തുവാൻ ദൈവം സഹായിച്ചതിന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം അർപ്പിക്കുന്നു. വളരെ കോവിഡിന്റെ ഒക്കെ സീസണിൽ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെയും എല്ലാവരും അഭിമുഖീകരിക്കുന്ന ഒരു അവസരത്തിൽ ഇങ്ങനെയുള്ള ഒരു വെബിനാർ നടത്തുക എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരു വലിയ ആശ്വാസമായിരുന്നു. കാരണം അങ്ങും ഇങ്ങും ആയിരുന്നെങ്കിലും നമുക്ക് ഒരുമിച്ച് കൂടി വരുവാനും ഒരുമിച്ച് സമൂഹത്തെയും സഭയെയും സംബന്ധിക്കുന്ന
പല വിഷയങ്ങളും നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാനും അതിനെക്കുറിച്ച് ആലോചിക്കുവാനും നമ്മളാൽ എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ചും ഒക്കെയും ആലോചിക്കാൻ കിട്ടിയ ഒരു വലിയ അവസരം തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ അവസരത്തില് അഡ്മിൻസിനും അതുപോലെ പ്രത്യേകിച്ച് വിൽസന്, വളരെ താല്പര്യമെടുത്ത സോളമൻ അച്ഛന് എല്ലാവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ തന്നെ എബ്രഹാം ടി വർഗീസിനെ ഓർക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. ഈ അവസരത്തില് ഈ 200ാമത് വെബിനാർ എന്ന് പറഞ്ഞപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ കൂടെ കടന്നു പോയ ഒരു വ്യക്തിയാണ് എബ്രഹാം ടി വർഗീസ്. കാരണം അദ്ദേഹത്തിന്റെ വേർപാട് നമുക്ക് വളരെയധികം വേദനയുണ്ടാക്കിയ ഒരു സംഭവമാണ്. ഈ അവസരത്തില് അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തനങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് എല്ലാവർക്കും മിസ്സാകുന്നുണ്ട് അദ്ദേഹത്തെ. അതുപോലെ ഇപ്പം നമുക്ക് ലഭിച്ച ബെന്നി, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട് ബെന്നി എത്ര രസമായിട്ടാണ്, നല്ല വാക്ചാതുര്യമാണ് ബെന്നിക്ക്, കാര്യങ്ങൾ അവതരിപ്പിക്കാനും ഒക്കെ. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ഇപ്പൊ കിട്ടിയ അവസരത്തിൽ നേരിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാൻ. നന്ദി. താങ്ക് യു. താങ്ക് യു വെരി മച്ച്. ഇനിയും ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ അവസരമുണ്ട്. അത് കഴിഞ്ഞിട്ട് വോട്ട് ഓഫ് താങ്ക്സ് ജേക്കബ് മാത്യു സാർ പറയും. ഇപ്പോഴേ നമ്മുടെ ഈ ഗ്രൂപ്പിലെ അഡ്മിന്മാരായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാര്, ഒന്ന് ഞാന്, അതുപോലെ അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് സാറ്, ബെന്നി തോമസ് പരിമണം, ബിജു പി ജോർജ്, ജേക്കബ് VI, ശാന്തി മത്തായി കൊച്ചമ്മ, രാജു ഫിലിപ്പ്, ജേക്കബ് മാത്യു, ഇത്രയും പേരാണ് ഗ്രൂപ്പ് അഡ്മിന്മാരായിട്ട് പ്രവർത്തിക്കുന്നത്. ഇതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും ഇവര് നല്ല രീതിയിൽ സഹായിച്ചു. അങ്ങനെ ഉള്ള എല്ലാ ആൾക്കാർക്കും നന്ദി പറയുന്നു. ഇനിയും ആരെങ്കിലും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം അവസരമുണ്ട്. അതല്ലെങ്കിൽ നമ്മളെ ക്ലോസിംഗ് സെഷനിലേക്ക് പോവുകയാണ്. ഇതിനകത്ത് ഇപ്പം തന്നെ ഇരിക്കുന്നത് ആൾക്കാരിൽ പലരും സ്ഥിരമായിട്ട് നമ്മളോട് കൂടി പങ്കെടുക്കുന്ന ആൾക്കാരാണ്. എല്ലാവർക്കും നന്ദി. ഈ സമയത്ത് വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട് ലൈറ്റർ ടു ലൈറ്റർ മർത്തമ സ്റ്റഡി ഫോർത്തിന്റെ അഡ്മിന്മാരിൽ ഒരാളായ ജേക്കബ് മാത്യു സാറിനെ ക്ഷണിച്ചോളൂ. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ 112 പേര് വരെ പോയ നമ്മളുടെ ഇന്നത്തെ ഗ്രൂപ്പ് മീറ്റിങ്ങിൽ ഇപ്പോൾ 28 പേര് മാത്രമേ ബാക്കിയുള്ളൂ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് വോട്ട് ഓഫ് താങ്ക്സ് പറഞ്ഞ് ഇന്നത്തെ മീറ്റിംഗ് എൻ്റെ കർത്തവ്യം നിർവഹിക്കുകയാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ 200ാമത്തെ വെബിനാർ ഉദ്ഘാടനം ചെയ്യാം എന്ന് പറഞ്ഞിരുന്നത് നമ്മുടെ മന്ത്രി ശ്രീ സജി ചെറിയാനാണ്. കാലാവസ്ഥ മൂലമുണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കാരണം അദ്ദേഹത്തിന് നമ്മളോട് മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. എങ്കിലും നമ്മളുടെ മീറ്റിംഗ് ഇനാഗുറേറ്റ് ചെയ്യാൻ അദ്ദേഹം സമ്മതിച്ചു. അതിനുവേണ്ടി നമ്മളുടെ എല്ലാവരുടെയും പേരുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി സജി ചെറിയാൻ സാറിനോട് അറിയിച്ചുകൊള്ളുന്നു. പ്രധാനമായിട്ടുള്ള നമ്മുടെ മെസ്സേജ് നമുക്ക് നൽകിയത് അഭിമന്യ തിരുമേനി തീത്തോസ് തിരുമേനിയാണ്. തിരുമേനി വളരെ ശക്തമായ 1-2 മെസ്സേജുകൾ നമ്മളോട് പറഞ്ഞു. ക്രിസ്തുവിന്റെ വിശ്വാസം മുറുകെ പിടിക്കുവാനായിട്ട് തിരുമേനി നമ്മളെ ആഹ്വാനം ചെയ്തു. ശക്തമായ ഒരു മെസ്സേജ് ഇന്ന് നമുക്ക് നൽകിയ തിരുമേനിക്ക് ഈ ലൈറ്റർ ടു ലൈറ്റൻ ഫോറത്തിന്റെ 200ാമത്തെ വെബിനാറിൽ പങ്കെടുക്കുന്ന നിങ്ങൾ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. നമുക്കിവിടെ ആശംസാ പ്രസംഗങ്ങൾ ഏതാണ്ട് 12 പേരോളം നടത്തി. അവരെ ഓരോരുത്തരെയും പ്രത്യേകമായി പേരെടുത്ത് പറഞ്ഞ് ഞാൻ നന്ദി പ്രകാശിപ്പിക്കുന്നില്ല. എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകമായിട്ട് ഞങ്ങൾ അറിയിച്ചുകൊള്ളുന്നു. ഇന്നത്തെ മീറ്റിംഗ് മോഡറേറ്റ് ചെയ്ത വിൽസൺ സാറിനോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുന്നു. ഈ ലൈറ്റർ ടു ലൈറ്റൻ ഫോറത്തിന്റെ ജീവാത്മാവും പരമാത്മാവുമായ വിൽസൺ സാറിന് പ്രത്യേകം നന്ദി പറയേണ്ട ആവശ്യമില്ല. എങ്കിലും അദ്ദേഹത്തിന് ഇന്നത്തെ മീറ്റിംഗ് വളരെ നന്നായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയതിന് അദ്ദേഹത്തിന് നന്ദി അറിയിക്കുന്നു. ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ ശ്രീ നവീൻ തോമസിനുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. താങ്ക് യു വെരി മച്ച് ജേക്കബ് സാറ്. പലവട്ടവും ഈ ജേക്കബ് സാറ് അഡ്മിൻ ആകുന്നതിന് മുമ്പ് തന്നെ പല നിർണായക ഘട്ടങ്ങളിലും ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് നൽകിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഈ രംഗത്തൊരു നല്ല പ്രാഗൽഭ്യമുള്ള വ്യക്തിയാണ്. ടെക്നിക്കലായ എല്ലാ കാര്യങ്ങളും പ്രത്യേകിച്ച് നമുക്ക് റെക്കോർഡ് ചെയ്ത് വീഡിയോ വരെ ഇറക്കി തന്നിട്ടുണ്ട് പലപ്പോഴും. അദ്ദേഹത്തിനോടുള്ള നന്ദി പ്രത്യേകം ജേക്കബ് മാത്യു സാറിനോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് ഇപ്പോൾ ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് ഇതുപോലെ ഒരു അവസരം ഒരുക്കി തന്ന എല്ലാവർക്കും, അതിന്റെ പിന്നിൽ പലരുടെയും ശ്രമമുണ്ട്, എല്ലാവരോടും നന്ദി പറയുന്നു. ഏറ്റവും ഉപരിയായിട്ട് സർവശക്തനായ ദൈവം നമുക്ക് 200 മീറ്റിംഗ് നടത്താനായിട്ടുള്ള അവസരം ഒരുക്കി തന്നു. ദൈവത്തിന് പ്രത്യേക നന്ദി അറിയിക്കുന്നു.
തീർച്ചയായിട്ടും നമ്മുടെ ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്ന് പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുന്നു. എനിക്ക് അനേകരുടെ പിന്തുണയുണ്ട്. വളരെ അനേകർ എന്നോട് പറയാറുണ്ട് ഇത് നിർത്തരുത്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. നേരത്തെ ഒരു ഐഡിയ ഒക്കെ ഒരു ആലോചന വന്നായിരുന്നു, 200 വെബിനാറോടുകൂടി നിർത്താമെന്ന് എന്നോട് ചിലരും നമ്മുടെ ഒരു ചിന്തകൾ വന്നു. കാര്യം വളരെ ഇത് നടത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷെ അത് ഞാൻ പലരുമായിട്ട് ഷെയർ ചെയ്തപ്പം പറഞ്ഞു ഒരിക്കലും നിർത്താൻ പാടില്ല. കാര്യം മാർത്തോമാ സഭയിൽ ഇതുപോലൊരു പ്ലാറ്റ്ഫോം, ലേ ലീഡേഴ്സിന്റെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത് ഒരിക്കലും അവസാനിപ്പിക്കണ്ട. ഇത് അൽമായറിന്റെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയാം. പക്ഷെ പട്ടക്കാരുടെ ഫുൾ പിന്തുണയോടുകൂടിയാണ് സഭ നേതൃത്വം ഉൾപ്പെടെ എല്ലാവർക്കും അറിയാവുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. അതുകൊണ്ട് ഇത് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മുടെ കൂട്ടത്തിൽ സാമുവൽ ടി കോശി സാർ ഇന്ന് പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹം നമുക്ക് പ്രഭാഷണം നൽകിയ ആളാണ്. അങ്ങനെ അനേകരുണ്ട്. ഞാൻ ഈ സമയത്ത് ഒരു ജോൺ മറീസ് സാർ വസായിലുണ്ടായിരുന്ന ഒരാളെ കൂടെ സ്മരിക്കുവാണ്. പ്രൊഫസർ ജോൺ മറീസ്. അദ്ദേഹം ആരംഭ കാലഘട്ടത്തിലെ അനില മാഡം പോലെ തന്നെ നമ്മൾക്ക് സ്ഥിരമായിട്ട് പ്രാർത്ഥിച്ച് നമ്മളെ സഹായിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്രതീക്ഷിതമായി അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയി. വളരെ ദുഃഖമുണ്ട്. ഈ തവണ നമ്മളെ വീണ്ടും സ്മരിക്കുന്നു. അങ്ങനെ ഒരു വ്യക്തിത്വം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നല്ല സപ്പോറയിൽ നിന്നൊരു വറീസ് ഫിലിപ്പ് സാറ് സ്ഥിരമായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇദ്ദേഹം ഇപ്പം നാട്ടിൽ സെറ്റിൽ ആയതുകൊണ്ട് അവിടെ നെറ്റ്വർക്കിന്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് അത് സാധിക്കുന്നില്ല. അതുപോലെ ശ്രീകാര്യത്തിലെ ഈശോ എടുക്കള സാറ് സ്ഥിരമായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച് സഹായിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ പലരും നമ്മളോട് കൂടെ ഇന്ന് നമ്മളെ സഹായിക്കുന്നുണ്ട്. അവരെ എല്ലാവരെയും ഇപ്പോൾ സ്മരിക്കുന്നു. അതുപോലെ ജോസ് മാത്യുവിനെ, ഇന്നത്തെ ലെവിൻ തോമസിനെ എല്ലാവരെയും നന്ദി അറിയിക്കുന്നു. ഇപ്പോഴേ ഈ ഒറീസയിൽ നിന്നുള്ള ജെയിംസ് ബ്രദർ സൈറസ് സാറിന്റെ കൂടെ പ്രവർത്തിച്ച വ്യക്തിയാണ്. അദ്ദേഹം സൈറസ് സാർ ബോംബെയിൽ വന്ന പല സമയത്ത് അദ്ദേഹത്തിനൂടെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഭവനത്തിൽ വന്ന് അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. എനിക്ക് വളരെ താല്പര്യമുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്ത് സ്ഥിരമായിട്ട് നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതാണ്. ജെയിംസ് ബ്രദറിനെ ഇപ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് ക്ഷണിക്കുന്നു. അത് കഴിഞ്ഞിട്ട് സോളമൻ അച്ഛൻ ആശീർവാദം പറഞ്ഞ് ഈ ഇന്നത്തെ യോഗം അവസാനിപ്പിക്കുന്നതായിരിക്കും. പ്രിയ ജെയിംസ് ബ്രദർ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞാൻ പറയുന്നത് കേൾക്കാമോ? കേൾക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയപിതാവേ, മനോഹരമായ നല്ല സന്ധ്യാസമയത്തിനായി സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ലൈറ്റർ ടു ലൈറ്റൻ പ്ലാറ്റ്ഫോമിന്റെ 200ാമത്തെ വെബിനാർ ഇന്ന് നടത്തുവാനായിട്ട് ദൈവം അവിടുന്ന് സഹായിച്ചു. കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അനേകർ അതിൽ പങ്കെടുത്തു. അവരുടെയൊക്കെ ജീവിതത്തിലൂടെ ലഭിക്കുന്ന നല്ല അറിവുകൾക്കായി, നന്മകൾക്കായി, ആത്മാവിന്റെ നല്ല പ്രേരണകൾക്കായി ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് പ്രത്യേക മെസ്സേജ് നൽകി സഹായിച്ച തിരുമേനി അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. ഇത് പങ്കെടുക്കുന്ന മറ്റെല്ലാ പ്രിയപ്പെട്ടവരെയും തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ 200 വെബിനാർ ഞങ്ങളുടെ സഭയെ സംബന്ധിച്ചും ക്രിസ്ത്യ സമൂഹത്തെ സംബന്ധിച്ചും രാഷ്ട്രത്തെ സംബന്ധിച്ചുമുള്ള അനേക വിഷയങ്ങൾ ഇതിലൂടെ ചർച്ച ചെയ്യുവാനായിട്ട് കർത്താവെ, അനേകർക്ക് അതിലൂടെ പുതിയ ആശയ രൂപീകരണം നടത്തുന്നതിനൊക്കെ അവസരങ്ങളൊന്ന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ ഈ സമയത്ത് നന്ദിയോടെ ഓർക്കുന്നു. കർത്താവെ, ഞങ്ങളുടെയൊക്കെ ജീവിതത്തിലുള്ള ഉൾക്കാഴ്ചകളെ വിശാലമാക്കുന്നതിനും അതിലൂടെ ഞങ്ങളുടെ പ്രവർത്തന മേഖലകളിൽ കൂടുതൽ ആളുകൾക്ക് പ്രയോജനം കിട്ടുന്ന നിലയിൽ ഞങ്ങളെ തന്നെ ഉപയോഗിക്കാൻ സന്നിഹിതരാക്കി തീർക്കുന്നതിനൊക്കെ അതിലൂടെ സാധിച്ചിട്ടുണ്ട്. അതിനായിട്ട് ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, തുടർന്നുള്ള നാളുകളും ഈ പ്ലാറ്റ്ഫോമിലൂടെ നടക്കുന്ന ഓരോ പ്രോഗ്രാമുകളും കർത്താവെ, ഞങ്ങളുടെ ദേശത്തിനും രാജ്യ വികസനത്തിനുമൊക്കെ അതിന് സഹായിക്കുന്ന തരത്തിലുള്ള ആളുകളെ കണ്ടെത്തി അതിലൂടെ ദൈവാത്മാ പ്രേരിതമായ നല്ല മെസ്സേജുകൾ ലഭിക്കുന്നതിന് കർത്താവെ നീ ഇവിടുന്ന് ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ സമയത്ത് ഈ പ്ലാറ്റ്ഫോമിന് നേതൃത്വം കൊടുക്കുന്നതായിട്ടുള്ള അഡ്മിൻ പാനലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന സഹായിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ നീ ഇവിടുന്ന് അനുഗ്രഹിക്കണം. കൂടുതൽ ഉൾക്കാഴ്ചകളുള്ളവരായി മുമ്പോട്ട് പോകാനായിട്ട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് ഞങ്ങൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരു പ്രാവശ്യം തിരുമുമ്പാകെ സമർപ്പിക്കുന്നു. എല്ലാവരെയും നീ ഇവിടുന്ന് അനുഗ്രഹിക്കണം, സഹായിക്കണം. ക്രിസ്ത്യ വിശ്വാസത്തിൽ കൂടുതൽ വളർന്ന്
അനേക പ്രയോജനമുള്ള ജീവിതം നയിക്കുന്നതിന് ഓരോരുത്തർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വില കൽപ്പിച്ച് അതിനനുസരണമായ ജീവിതത്തെയൊക്കെ ക്രമീകരിച്ച് പ്രവർത്തനങ്ങളൊക്കെ ക്രമീകരിച്ച് മുമ്പോട്ട് പോകാൻ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നവർക്ക് സ്തോത്രം ചെയ്യുന്നു. കുറവുകളെ ഒന്നും ഓർക്കരുത് കർത്താവേ. സർവ്വ ക്രിസ്തുവിന്റെ നിന്റെ നാമത്തിൽ തന്നെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നാം എല്ലാവരും അനുഗ്രഹീതരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റുഹായുമായ ത്രിയേക ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും ആശീർവാദവും നാം എല്ലാവരോടും ഈ രാത്രിയിലുള്ള നമ്മുടെ വിശ്രമത്തോടും കഴിഞ്ഞ 200 വെബിനാറുകളും വ്യാപരിച്ച ദൈവകൃപയോട് നമ്മുടെ ദൈനംദിന ജീവിതത്തോട് എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. Amen. Amen.